Hello everyone and welcome back to our class on average due date chapter. So last class we had taken up one type of problem which we have completed the theory as well as the problem area. ഇനി നമുക്ക് അതിനെ ഒന്ന് define ചെയ്യാം. What category does it belong to? It is nothing but use of ADD when only one party is involved. It talks about a situation where one person has to pay another person. It is just one-sided. Yeah. So that's the last class. In the discussion, which is nothing but use of average due date when transactions occur between when transaction of purchase and sale happen between two parties. Meaning to say, let us take up an example of two business parties A and B. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന situation is wherein A may buy goods from a raw material from B. എന്നിട്ട് A എന്ത് ചെയ്യുന്നു? അത് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ് ആക്കുന്നു. ആ ഫിനിഷ്ഡ് ഗുഡ് A Bക്കും കൊടുക്കുന്നുണ്ട്. Sold as finished good, which means B Aയുടെ ക്രെഡിറ്ററുമാണ് at the same time debtorum ആണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ how are we going to use average due date, find out what is that median date at which you will have to make payment. അതിൽ ആദ്യമേ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, when the same party is a creditor as well as a debtor to another business person, നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ പോകുന്നത് ശരിക്കും എന്തിനായിരിക്കും? ആദ്യമേ A പേയ്മെന്റ് നടത്തേണ്ടത് A should pay Bയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച raw മെറ്റീരിയലിന്റെ കോസ്റ്റ് ആദ്യമേ പേ ചെയ്യണം അല്ലേ? അതേപോലെ A should get from B sale value അല്ലെ selling price. അപ്പോൾ ഇമാജിൻ ആ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാധനത്തിന്റെ കോസ്റ്റ് ബി 100 രൂപയാണ് കിട്ടുമെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് എത്ര രൂപ കൊടുക്കണം? 100 രൂപ കൊടുക്കണം. ഇനി ഫൈനലി ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് എ ബിക്ക് വിറ്റപ്പോൾ എ അതിനിട്ട പ്രൈസ് 150 ആണെങ്കിൽ we say that why should we pay 100 rupees to B for this purchase transaction and get 150 from the same B for another sale transaction. ഒരാൾക്ക് 100 രൂപ കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് 150 രൂപ വാങ്ങിക്കുന്നത് എന്തിനാണ് അല്ലേ? It doesn't make much sense. സെയിം ടൈം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 100 രൂപ കൊടുക്കുന്നു, അയാൾ ആ 100 രൂപയും കൂടെ ചേർത്ത് അയാളുടെ പേഴ്സിൽ നിന്ന് ഒരു 50 രൂപയും കൂടെ ഇട്ട് 150 രൂപ തിരിച്ചു തരുന്നു. So why should we bother paying in both way? Why not net it off? Net off ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് 100 രൂപ കൊടുക്കാനുണ്ട്, അയാൾ എനിക്ക് 150 രൂപ തരാനുണ്ടെങ്കിൽ രണ്ടും കൂടെ ഞാൻ കമ്പയർ ചെയ്തിട്ട് പറയും pay me only 50. അതായത് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള 100 രൂപ നിങ്ങൾ എനിക്ക് തരാനുള്ള 150ൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ടും മിച്ചം എത്ര ബാക്കിയുണ്ടോ അത് മാത്രം എനിക്ക് തന്നാൽ മതി. So this scenario of discussion or this area we are going to find out that median date at which one party should pay the other party only the net amount of both ഈ പർച്ചേസും സെയിൽസിൻ്റെയും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞ് ബാക്കി ആരാണോ പേയബിൾ ആയിട്ട് വരുന്നത് അയാൾ മാത്രം ആ മിച്ചമുള്ള ഡിഫറൻസ് എമൗണ്ട് പേ ചെയ്താൽ മതി. എന്നാണ് അയാളത് പേ ചെയ്യേണ്ടത്? ആവറേജ് ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ പെർട്ടിക്കുലർ മീഡിയൻ ഡേറ്റിൽ. ടു എൻഷുർ ദാറ്റ് neither A
nor B is at a loss of interest or that rebate portion. Yeah. So I hope it is clear. Same type തന്നെയാണ് നമ്മൾ പഠിച്ചത്. കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരേ ആളായിട്ട് പർച്ചേസ് ട്രാൻസാക്ഷനും നടക്കുന്നു, സെയിൽ ട്രാൻസാക്ഷനും നടക്കുന്നു. Same person is a debtor as well as a creditor. So how are we going to go about it? So in such situation, we are going to treat രണ്ട് ട്രാൻസാക്ഷനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. പർച്ചേസ് ട്രാൻസാക്ഷൻ്റെ ഡ്യൂ ഡേറ്റും എല്ലാം ഒരു സെറ്റായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച സെയിം മെത്തഡോളജി അപ്ലൈ ചെയ്ത് ഇൻഡിവിജ്വൽ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതേ സെയിം പാർട്ടി ആയിട്ട് നടത്തുന്നതിനെ നമ്മൾ മറ്റൊരു ടേബിളിൽ സെയിൽ ട്രാൻസാക്ഷൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സെയിം ടേബിൾ ഫോർമാറ്റിൽ കമ്പ്യൂട്ടേഷൻസ് നടത്തും. After that we will arrive at the average due date. Yeah, how are we going to arrive at the average due date in that situation? എങ്ങനെയാണ് ആവറേജ്? രണ്ടിനെയും ആദ്യമേ സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ആക്കി പർച്ചേസ് ട്രാൻസാക്ഷൻ എല്ലാത്തിനും കൂടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു ടേബിൾ പോലെ ഒരു ഫുൾ ടേബിൾ, സെയിൽ ട്രാൻസാക്ഷനും അതേപോലെ മറ്റൊരു ടേബിൾ. എന്നിട്ട് എന്ത് ചെയ്യും? ആവറേജ് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് ചെറിയൊരു മാറ്റം നമ്മൾ ഫോർമുലയിൽ വരുത്തും. എന്താണ് ചേഞ്ച്? ബേസ് ഡേറ്റ് അതങ്ങനെ തന്നെ നിൽക്കും. ബേസ് ഡേറ്റിൻ്റെ കൂടെ പ്ലസ് ഡിഫറൻസ് ഇൻ ടോട്ടൽ പ്രോഡക്ട്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സം ഓഫ് പ്രോഡക്ട്സ് ആയിരുന്നു. അതായത് ആ ടേബിളിൽ പ്രോഡക്റ്റ് എന്ന് എഴുതുന്ന കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. ഇവിടെ പക്ഷെ നമ്മൾക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ രണ്ട് ടേബിളുണ്ട്. അപ്പോൾ ആ രണ്ട് ടേബിളിലും ഓരോ പ്രോഡക്ട്സ് നമ്മൾക്ക് കിട്ടുമല്ലോ. ആ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? ഡിഫറൻസ് ഇൻ total amounts from both table എടുത്തിട്ട് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എഴുതുക. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ആവറേജ് ഡ്യൂ ഡേറ്റ് ഫോർ ബോത്ത് ദീസ് ട്രാൻസാക്ഷൻസ് ക്യുമുലേറ്റീവ്ലി. ആൻഡ് എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ കണ്ടുപിടിക്കുന്ന ഡേറ്റിലായിരിക്കും യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആഫ്റ്റർ കൺസിഡറിങ് ബോത്ത് ദ ട്രാൻസാക്ഷൻ who ultimately has to pay the other party. അത് ആരാണെന്ന് കണ്ടുപിടിച്ച് ആ ഡിഫറൻസ് എമൗണ്ട് അയാൾ എന്ന് സെറ്റിൽ ചെയ്യണം? ആവറേജ് ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് സെറ്റിൽ ചെയ്യണം. Yeah, so pretty straightforward and simple, similar to what we have learned in previous class. കുറച്ച് slight modifications മാത്രമേ ഉള്ളൂ. ഒരേ പാർട്ടി തന്നെ ഡെറ്ററും ക്രെഡിറ്ററും ആകുന്നതിൻ്റെ ആ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആ ഡിഫറൻസ് മാത്രം. ഇനി മറ്റൊരു കാര്യവും കൂടെ, ബേസ് ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ we choose a base date considering both the table. രണ്ട് ടേബിളിലെയും ഡേറ്റ്സ് എല്ലാം നോക്കുക. അതിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് വരുന്നത് ഏത് ഡേറ്റ് ആണോ, രണ്ട് പേരുടെയും രണ്ട് ടേബിളും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് ആ ഏർലിയസ്റ്റ് ഡേറ്റ് ആയിരിക്കും നമ്മൾ ബേസ് ഡേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അതായത് രണ്ട് ട്രാൻസാക്ഷൻ നേച്ചറിൻ്റെയും ടേബിളിൽ ഡ്യൂ ഡേറ്റ്സ് ചെക്ക് ചെയ്യും. ആ രണ്ടിലും കൂടെ എടുത്തു നോക്കുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതാണോ അതായിരിക്കും ബേസ് ഡേറ്റ് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും ബേസ് ഡേറ്റ് വരുന്ന ആ ഡ്യൂ ഡേറ്റിൻ്റെ അവിടെ 0 വരുമായിരുന്നു ഡിഫറൻസ്, അല്ലേ? അങ്ങനെ ഒരു 0 എപ്പോഴും ഈ ഒരു കേസിൽ വരണമെന്ന് നിർബന്ധം ഇല്ല. ദാറ്റ് ഈസ് other difference. Now let us take up some problems from the study material to understand what we have learned now. Yeah. So moving on to the questions from our study material. Let us take up illustration number 5 first. Two traders X and Y buys goods from one another, each allowing the other 1 month's credit. At the end of 3 months, the accounts rendered are as follows. ആദ്യത്തെ ടേബിളിൽ പറയുന്നത് goods sold by X to Y. രണ്ടാമത്തെ ടേബിളിൽ goods sold by Y to X. Yeah. So first of all, let us prepare two tables. Yeah. രണ്ട് ടേബിൾ വേണം ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും. സോ illustration number 5. ആദ്യത്തേതിൽ
ആദ്യത്തെ ടേബിളിൽ ഗുഡ്സ് സെല് ചെയ്യുന്ന ആരാണ്? ഗുഡ്സ് സോൾഡ് ബൈ എക്സ് ടു വൈ ആണ്. ഐ എം ജസ്റ്റ് going through the study material in my hand also. You can also refer. അപ്പോൾ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കാണിക്കില്ല, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ചെക്ക് ചെയ്തോളൂ. ആദ്യത്തെ ഇതിൽ ഗുഡ്സ് വിൽക്കുന്ന ആരാണ്? എക്സ് ടു വൈ ആണ്. അപ്പോൾ ആരാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്? വൈ ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ഇൻഡിക്കേഷൻ വരാൻ വേണ്ടി വൈസ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സെയിൽസ് ബൈ എക്സ് ടു വൈ. എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് മനസ്സിലാവുന്നത് ഏതാണോ അത് ചൂസ് ചെയ്തോളുക. ആൻഡ് ദ സെക്കൻഡ് ടേബിൾ ഇസ് ഗോയിങ് ടു ബി വൈ സെല് ചെയ്തത് എക്സിലേക്ക്. സോ വിച്ച് മീൻസ് എക്സ് ഹാസ് ടു മേക്ക് പേയ്മെന്റ് അല്ലേ? അതും നമ്മൾക്ക് ഇതേപോലെ സെയിൽസിന്റെ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ പർച്ചേസ് ആയിട്ട് എഴുതാം വൈയുടെ കാഴ്ചപ്പാടിൽ. വാട്ട് എവർ വൈ യു വാണ്ട് ടു റൈറ്റ് ഇറ്റ്. സെയിൽസ് ബൈ വൈ ടു എക്സ്. So heading should be written in such a way that you understand the concept from it, and it is also easy to decipher from a verifier's point of view. അത് വാല്യൂ ചെയ്യുന്ന ആൾക്കും അത് മനസ്സിലാവണം. അത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതിക്കൊള്ളുക. എന്തൊക്കെയായിരുന്നു നമ്മുടെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നത്? ഇവിടെ നമ്മൾക്ക് ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്, ഡ്യൂ ഡേറ്റ് അല്ല. ഡ്യൂ ഡേറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഡേറ്റ് വേണം, അതായത് ഓൾറെഡി തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഡേറ്റ്, പിന്നെ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം ബേസ് ഡേറ്റ്, സെയിം ടേബിൾ ആണ്. ഫ്രം ബേസ് ഡേറ്റ്, amount, and finally product. Same table format for at the X in the payment. Date of transaction, due date, number of days from base date, amount, and finally product. So let us start with the first table given to us. Sold by X to Y. Date of transaction ആദ്യമേ പറയുന്നത് ഏപ്രിൽ 18 ആണ്, 1804. പിന്നെയോ മെയ് 15. ഞാൻ എല്ലാ ഡേറ്റ്സും അങ്ങോട്ട് എഴുതിയെടുക്കുന്നതേ ഉള്ളൂ. So it is easy. 17th June. And amount was 60, 70 and 80. And second table transactions രണ്ടെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, ഏപ്രിൽ 23 മെയ് 24. ഇനി ആദ്യമേ തന്നെ ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡ്യൂ ഡേറ്റ് അണ്ടർ ബോത്ത് ദ സിനാരിയോസ്. ആൻഡ് ഡ്യൂ ഡേറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടു പേരും എന്താണ് ആ ക്രെഡിറ്റ് പീരീഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? ഒരു മാസം, 1 month ക്രെഡിറ്റ് ആണ്. ഇവിടെ ബില്ലിനെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. സോ 1 month എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 month തന്നെ ആയിരിക്കണം. 3 days ഗ്രേസ് പീരീഡ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് വിൽ ഓൺലി ബി ഗിവൻ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓർ പ്രോമിസറി നോട്ട്, അങ്ങനെ എന്തെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഡ്യൂ ഡേറ്റ് ഒരു മാസത്തെ ക്രെഡിറ്റ് കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ 18th ഏപ്രിലിന്റെ ഡ്യൂ ഡേറ്റ് ഒരു മാസം കഴിഞ്ഞാൽ 18th മെയ്. 15th മെയ് ട്രാൻസാക്ഷൻ്റെ ഡ്യൂ ഡേറ്റ് എന്നായിരിക്കും? 15th ജൂൺ ആയിരിക്കും, കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ. ആൻഡ് ജൂൺ 17ന്റെ ഡ്യൂ ഡേറ്റോ ജൂലൈ 17 ആയിരിക്കും, ഒരു മാസം കഴിയുമ്പോൾ. Similarly, find out the due date in these transactions. 23rd April's due date will be 23rd May. And 24th May transaction ഉള്ളതിൻ്റെ due date 24 June. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് ടേബിളിലെയും ഡ്യൂ ഡേറ്റ്സ് നോക്കുക. ഡ്യൂ ഡേറ്റിൽ ഈ 5 ഡേറ്റ്സും നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ 5 ഡേറ്റ്സിലും ക്രോണോളജിക്കൽ ഓർഡറിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതാണോ അതിനെ എന്തായിട്ട് ചൂസ് ചെയ്യണം? ബേസ് ഡേറ്റ് ആയിട്ട് രണ്ട് ടേബിളിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മെയ് 18 ആണ് ഏറ്റവും ആദ്യം വരുന്നത്, ഈ 5 ഡേറ്റും കൺസിഡർ ചെയ്യുമ്പോൾ. Therefore, base date is equal to 18th May. അത് രണ്ടാമത്തെ ടേബിളിന്റെ മേലെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ, or if it is better to write so that it is clear, രണ്ടിന്റെ മേലെ എഴുതിക്കൊള്ളുക.
ബേസ് ഡേറ്റ്. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വരില്ല. ഇനി ബേസ് ഡേറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിറ്റി സിമ്പിൾ ഫോർ ആസ് വാട്ട് വി ഹാവ് ലേൺ. ആദ്യത്തെ ഫസ്റ്റ് ടേബിളിലേക്ക് വരിക, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ടേബിളിലേക്ക് പോകാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഡ്യൂ ഡേറ്റ് 18 മെയ് തന്നെയാണ്, ബേസ് ഡേറ്റും അന്ന് തന്നെ, സോ 0. So product will be 0 into 60, 0. രണ്ടാമത്തേത് 15th ജൂൺ ആണ്. 18th മെയ് തൊട്ട് 15th ജൂൺ വരെ എന്ന് പറയുമ്പോൾ 13 plus 28 days അല്ലേ? ഫസ്റ്റ് ഡേ മെയ് 18 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, പക്ഷെ ജൂൺ 15 ഇൻക്ലൂഡ് ചെയ്യണം. എങ്ങനെയാണ് കിട്ടിയത്? മെയ്യിലെ 18 കഴിഞ്ഞാലുള്ള 13 ദിവസം പ്ലസ് ജൂണിലെ 15 ദിവസം. So 28 into 70 എന്ന് പറയുന്നത് എത്രയാണ് പ്രോഡക്റ്റ് വരുന്നത്? 1960. അവസാനത്തെ ട്രാൻസാക്ഷൻ നോക്കുക. മെയ് 18ഉം ഡ്യൂ ഡേറ്റ് 17 ജൂലൈയാണ്. അപ്പോൾ മെയ് തൊട്ട് ജൂലൈ വരെയുള്ള ഗ്യാപ്പ് എത്രയാണ്? മെയ്യിൽ അഗൈൻ 13 ദിവസമാണുള്ളത്, ജൂണിൽ ഫുൾ 30 ദിവസവും പിന്നെ ജൂലൈയിലെ 17 ദിവസവും. So which means totally എത്ര ദിവസം വരുന്നുണ്ട്? 60 days. So 60 into 80, 4,800. Now the next step is to compute the total of products column, which is 6,760, and also the total of amount column, which is 210. Yeah, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ move on to the next table in similar fashion. 18th മെയ് തൊട്ട് 23rd മെയ് വരെയുള്ളത് എത്ര ഗ്യാപ്പ് ഉണ്ട്? 5 days അല്ലേ? എമൗണ്ട് എഴുതിയില്ല. ലെറ്റ് മീ റൈറ്റ് ദ എമൗണ്ട് ഓൾസോ ഫ്രം ദ 52 and 50. എമൗണ്ട് എഴുതി 52 and 50. ആദ്യത്തെ കേസിൽ ഡ്യൂ ഡേറ്റ് 23 മെയ് ആണ്, പക്ഷെ ബേസ് ഡേറ്റും 18 മെയ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 days ആണ്. സോ 52 into 5, 260. സെക്കൻഡ് വൺ 24th ജൂൺ ആണ്. അപ്പോൾ മെയ്യിലെ 13 ദിവസവും പ്ലസ് 24 എന്ന് പറയുമ്പോൾ 37 days. സോ 37 days into 50 എന്ന് പറയുമ്പോൾ 1850. So 1850 plus 260 will give me the total products as 2110 and amount will be 102. Yeah. So once we complete both the tables or both the aspect, next step is to find the common average due date. How do we find it? Base date edukka, base date plus difference in total products divided by difference in total amounts. Base date നമ്മൾക്ക് already 18th മെയ് ആണെന്ന് അറിയാം. So the difference will be 6,760 ആദ്യത്തെ ടേബിളിൻ്റെ ടോട്ടൽ പ്രോഡക്റ്റ് മൈനസ് 2,110 രണ്ടാമത്തെ ടേബിളിൻ്റെ. ആൻഡ് എമൗണ്ടിൻ്റെ ഡിഫറൻസ് അതേ ഫോർമാറ്റിൽ എടുക്കണം. 210 മൈനസ് 102. അതായത് കൂടുതൽ പേയ്മെൻറ്റ് പോകേണ്ടത് ഏത് സൈഡിൽ നിന്നാണ് നോക്കി ആ ഹയർ എമൗണ്ട്സിൻ്റെ ടേബിളിൽ നിന്ന് ഓർഡർ എടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. 102. So therefore 18th May plus 4,650 18th May plus 43.05 എന്നാണ്. So round off ചെയ്ത് 43 days. Yeah, we can take even 43 or 45. ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത് സ്റ്റഡി മെറ്റീരിയലൊക്കെ
0.5 മേലെ വരികയാണെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് റൗണ്ട് ഓഫും, ഡെസിമൽ കഴിഞ്ഞ് 0.5 താഴെയാണെങ്കിൽ പ്രീവിയസ് ഡേയിലേക്ക് റൗണ്ട് ഓഫും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 43.05 43 ഡേയ്സിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഡെസിമൽ ആഫ്റ്റർ ഡെസിമൽ ഇറ്റ് ഇസ് ലെസ് ദാൻ 0.5. സോ 43 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 18th മെയ്, മെയ്യിൽ 13 ദിവസം. So June 30, that will be my average due date, 30th June. And ഇവിടം കൊണ്ട് ആൻസർ തീരില്ല. വാട്ട് ഷുഡ് യു റൈറ്റ് ആഫ്റ്റർ ദിസ്? ഹെൻസ് ഡേറ്റ് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് എന്നായിരിക്കണം? 30th June. എന്നാലാണ് രണ്ടുപേർക്കും നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റ് നടക്കുക. ഇനി എത്രയാണ് സെറ്റിൽ ചെയ്യേണ്ടത്? അതിനുവേണ്ടി എമൗണ്ട് കോളം നോക്കുക. എമൗണ്ട് കോളത്തിൽ കൂടുതൽ എമൗണ്ട് ഉള്ളത് ആരാണോ അയാളായിരിക്കണം പേയ്മെന്റ് നടത്തേണ്ടത് ആഫ്റ്റർ സെറ്റിലിംഗ് ദ അത്. സോ 210 പേ ചെയ്യേണ്ട ആള് ആരായിരുന്നു? Y പേ ചെയ്യേണ്ടതാണ് അല്ലേ? 210 Y പേ ചെയ്യണം. X Yക്ക് എത്ര പേ ചെയ്യണം? 102. സോ അത് രണ്ടും കൂടെ നെറ്റ് ഓഫ് ചെയ്താൽ നമ്മൾക്ക് പറയാം Y should pay 108 rupees to X on 30th June to ensure that their accounts get closed and there is no loss to either party. So we have to write Y has to pay X on 30th June a sum of rupees 108. എങ്ങനെയാണ് കിട്ടിയത്? 210 minus 102 to close both the accounts or both the payables. ഇങ്ങനെയായിരിക്കും രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ആകുന്ന ട്രാൻസാക്ഷനിൽ ആവറേജ് ഡ്യൂ ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. Pretty easy only. So let us take up another question from same type. Study material ഉള്ളത് തന്നെ എടുക്കാം. Illustration number 6. Illustration number 7 നിങ്ങൾ തനിയെ ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്താൽ മതി. സെയിം കാറ്റഗറിയിലുള്ള ഒന്നാണ്. 6 നമ്മൾ ഇപ്പോൾ ചെയ്യുകയാണ്. മനോജ് ഹാഡ് ദ ഫോളോയിങ് ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേബിൾ അഗൈൻസ്റ്റ് സോഹൻ. അതായത് മനോജിന്റെ കയ്യിൽ BR ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയുള്ളതാണ്? BR കിട്ടേണ്ടത് സോഹന്റെ കയ്യിൽ നിന്നാണ്. BP മനോജ് സെറ്റിൽ ചെയ്യേണ്ടത് ആർക്കാണ്? സോഹനാണ്. അതായത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിൽസ് ആണ് നമ്മൾ സെറ്റിൽ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്. പക്ഷെ സെറ്റിൽ ചെയ്യാൻ രണ്ട് പാർട്ടീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒന്ന് മനോജും മറ്റൊന്ന് സോഹനും. ഒരു കേസിൽ സോഹൻ മനോജിന് കാശ് കൊടുക്കുന്നു. ഏത് കേസിൽ? ബിൽസ് റിസീവബിളിന്റെ കേസിൽ. ബിൽസ് പേബിളിന്റെ കേസിൽ മനോജ് സോഹന് കാശ് കൊടുക്കുന്നു. രണ്ടും സെയിം തന്നെ. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ. കാൽക്കുലേറ്റ് ദ ആവറേജ് ഡ്യൂ ഡേറ്റ് വെൻ ദ പേയ്മെന്റ് ക്യാൻ ബി റിസീവ്ഡ് ഓർ മെയ്ഡ് വിതൗട്ട് എനി ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. ബിൽസ് റിസീവബിളിന്റെ ഡേറ്റ്സ് തന്നിട്ടുണ്ട്, ബിൽസ് പേബിളിന്റെ. അതായത് ഇവിടെ പാർട്ടി തൊട്ട് മുൻപുള്ള പ്രോബ്ലത്തില് ക്വസ്റ്റ്യനിൽ ആര് സാധനം വിറ്റു എന്ന് പറഞ്ഞായിരുന്നു ഹെഡിങ് തന്നത്. സോ അത് തരുന്നതിന് പകരം ഇവിടെ ആ ട്രാൻസാക്ഷൻ ഒക്കെ കഴിഞ്ഞു, സെയിലും പർച്ചേസ് ട്രാൻസാക്ഷൻ ഒക്കെ കഴിഞ്ഞ് സെറ്റിൽമെന്റിന്റെ സമയത്ത് ബിൽസ് റേസ് ചെയ്തു. ആ ബില്ല് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ കമ്പ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. ഇവിടെയും ബില്ലാണെങ്കിൽ കൂടി രണ്ട് പാർട്ടീസ് തന്നെയാണ് ഇൻവോൾവ് അല്ലേ. സോ 15th August 2016 was a public holiday. However, 6th September 2016 was also declared as sudden holiday. So consider all this while taking out the average due date problem. Illustration number 6. So ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിൽസ് റിസീവബിളിന്റെ കേസാണ്. ബിൽസ് റിസീവബിളിൽ ആരാണ് പേയ്മെന്റ് നടത്തേണ്ടത്? സോഹൻ ടു പേ മനോജ്. ആൻഡ് ബിൽസ് പേയബിൾ കേസിൽ മനോജ് ടു പേ സോഹൻ. ഇനി നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഫോർമാറ്റിൽ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, ആ കാര്യങ്ങളെല്ലാം എഴുതാം. ഫസ്റ്റ് വൺ വിൽ ബി നമ്മൾക്ക് തന്നിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബില്ല് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ബിൽ ഡേറ്റ് എന്ന് എഴുതുകയാണ് ഞാൻ. പിന്നെ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഡ്യൂ ഡേറ്റ് വേണം. പിന്നെയോ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം ബേസ് ഡേറ്റ്. Then
amount, then product. Same columns will be repeated for bills payable. Bill date, due date, so let us first write the bill date ഒക്കെ എഴുതി നമുക്ക് ഡ്യൂ ഡേറ്റ്സ് ഒന്ന് റെക്കോർഡ് ചെയ്യാം. എന്തിനാണ് ഡ്യൂ ഡേറ്റ്സ് ആദ്യമേ തന്നെ രണ്ടിൻ്റെയും റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ടേബിളിൻ്റെയും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം ബേസ് ഡേറ്റ് ചൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി സോ ബിൽസ് റിസീവബിളിൻ്റെ ഡേറ്റ് നമ്മൾക്ക് തന്നിരിക്കുന്നത് June 2016 ആൻഡ് ടെനർ എത്രയാണ്? 3 മാസമാണ്. സോ 3 മാസം എന്ന് പറയുമ്പോൾ ഡ്യൂ ആകുന്നത് എന്നായിരിക്കും? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. സെപ്റ്റംബർ 1 വേണം ശരിക്കും ഡ്യൂ ആകാൻ. ബട്ട് സിൻസ് ഇറ്റ് ഈസ് എ ബിൽ റിസീവബിൾ ഐ വിൽ ഗെറ്റ് 3 days ക്രെഡിറ്റ് പീരിയഡ്. ഞാൻ പറഞ്ഞു ബിൽസ് റിസീവബിൾ എന്ന് സാധാരണ പറയുകയാണെങ്കിൽ ഓൾവേസ് കൺസിഡർ ഇറ്റ് ടു ബി എ ആഫ്റ്റർ സൈറ്റ് ഓർ ആഫ്റ്റർ ഡേറ്റ് ബിൽ. ഓൺ സൈറ്റ് അല്ലെ അറ്റ് സൈറ്റ് ആണ് ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യണം, 3 days ഗ്രേസ് പീരീഡ് കിട്ടില്ല അല്ലേ. പക്ഷെ ബിൽ റിസീവബിൾ അല്ലെ ബിൽ പേയബിൾ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആവറേജ് ഡ്യൂ ഡേറ്റിന്റെ ചാപ്റ്ററിൽ നിന്ന് വരികയാണെങ്കിൽ ദേ ആർ ട്രൈങ് ടു സേ സൈഡൻലി ദാറ്റ് ഓർ വി ഹാവ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എൻ ആഫ്റ്റർ സൈറ്റ് ഓർ ആഫ്റ്റർ ഡേറ്റ്. അതായത് ബിൽസിന്റെ കേസ് വന്നാൽ എപ്പോഴും 3 days ഗ്രേസ് പീരീഡ് എടുക്കും. സോ ഗ്രേസ് പീരീഡ് ഇല്ലായിരുന്നെങ്കിൽ ഡ്യൂ ഡേറ്റ് വരേണ്ടത് സെപ്റ്റംബർ 1 പക്ഷെ 3 ദിവസം ഗ്രേസ് പീരീഡ് കിട്ടുന്ന കാരണം ഡ്യൂ ഡേറ്റ് വിൽ ബി സെപ്റ്റംബർ 4. അടുത്ത ട്രാൻസാക്ഷൻ ജൂൺ 6 ജൂൺ 5 എന്ന് പറയുമ്പോൾ അതിന് 3 months ആണ് അഗൈൻ ഡ്യൂ ഡേറ്റ്. അപ്പോൾ 3 months എന്ന് പറയുമ്പോൾ അഗൈൻ സെപ്റ്റംബർ 5 ഐഡിയലി വരേണ്ടത്. പക്ഷെ 3 days ഗ്രേസ് പീരീഡ് കിട്ടിയാൽ സെപ്റ്റംബർ 8 ഡ്യൂ ഡേറ്റ് വരിക. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ഡേറ്റ് ഓഫ് ബിൽ ഡേറ്റ് ജൂൺ 9. ജൂൺ 9 ഒരു മാസമാണ്. അതായത് ജൂലൈയിൽ തന്നെ ഡ്യൂ ആകുന്നു. ജൂലൈയിൽ ഡ്യൂ ആകുന്നതെന്ന് വെച്ചാൽ 9th ജൂലൈ ആണ് ഐഡിയലി ആവേണ്ടത്. പക്ഷെ 3 ദിവസം ക്രെഡിറ്റ് പീരീഡ് കിട്ടിയാൽ എന്ന് ഡ്യൂ ആകണം? ജൂലൈ 12 ഡ്യൂ ആകണം. ദെൻ 12th ജൂണിന് ഡ്യൂ ആകുന്നു. 12th ജൂണിന് ബിൽ ഡേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര മാസമാണ് ക്രെഡിറ്റ് പീരീഡ്? 2 മാസം. വിച്ച് മീൻസ് ജൂലൈ, ഓഗസ്റ്റ് 12 ആകണമായിരുന്നു ഗ്രേസ് പീരീഡ് ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഓഗസ്റ്റ് 12 12/8 വരേണ്ടതാണ്. പക്ഷെ അതിൻ്റെ കൂടെ 3 ദിവസം ഗ്രേസ് പീരീഡ് വരും. അപ്പോൾ 3 ദിവസം ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 15th ഓഗസ്റ്റ്. പക്ഷേ 15th ഓഗസ്റ്റ് പബ്ലിക് ഹോളിഡേ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സെഡ് വി ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് ഇസ് എ പബ്ലിക് ഹോളിഡേ ഇൻ ഇന്ത്യ. സോ therefore we consider the പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ 3 ദിവസം ഗ്രേസ് പീരീഡ് കഴിഞ്ഞെത്തുന്ന ഡേറ്റ് പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ, ഓൾറെഡി അറിയാവുന്ന ഒരു ഹോളിഡേ ആണെങ്കിൽ എന്ത് ചെയ്യണം? തലേ ദിവസം ഡ്യൂ ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പോയിന്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് 20th ജൂണിന് ബില്ല് റേസ് ചെയ്യുന്നു. അതിൻ്റെ ഡ്യൂ പീരീഡ് എന്ന് വെച്ചാൽ 3 മാസം ആണ്. സോ 3 മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 20 വരേണ്ടത്. സെപ്റ്റംബർ 20 കൂടെ 3 ദിവസം ഗ്രേസ് പീരീഡും കൂടെ വന്നാൽ സെപ്റ്റംബർ 23. സോ ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഈ ടേബിൾ ഐ എം മൂവിങ് ഓൺ ടു ബിൽസ് ടേബിൾ, കാരണം നമുക്ക് ആ ബേസ് ഡേറ്റ് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. സോ ഫസ്റ്റ് ബിൽ ഡേറ്റിന്റെ ട്രാൻസാക്ഷൻ 29 May 2016. അതിൻ്റെ മച്യൂരിറ്റി പീരീഡ് എത്ര നാളാണ്? 2 മാസമാണ് ടെന്യർ. 2 മാസം എന്ന് പറയുമ്പോൾ ജൂലൈ 29 ഐഡിയലി ആവണം. പക്ഷെ ജൂലൈ 29 കൂടെ 3 ദിവസം ഗ്രേസ് പീരീഡ് കിട്ടണം. 30, 31 ആൻഡ് 1st ഓഗസ്റ്റ് അല്ലേ, 3 ദിവസം. സോ 1st August 2016 ആണ് ആദ്യത്തെ ഡ്യൂ ഡേറ്റ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ജൂൺ 6 ജൂൺ 6 3 മാസം ടെന്യർ ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഡ്യൂ ഡേറ്റ് വരേണ്ടത്
സെപ്റ്റംബർ 3-നാണ്. പക്ഷെ സെപ്റ്റംബർ 3-ന്റെ കൂടെ 3 ദിവസം ഗ്രേസ് പീരീഡും കൂടെ ആഡ് ആകുമ്പോൾ സെപ്റ്റംബർ 6 വരും. പക്ഷെ സെപ്റ്റംബർ 6 സഡൻ ആയിട്ട് ഹോളിഡേ ഡിക്ലെയർ ചെയ്താണ്, അതായത് ഒരു എമർജൻസി ഹോളിഡേ ആയിരുന്നു. എമർജൻസി ഹോളിഡേ ആണെങ്കിൽ ഡ്യൂ ഡേറ്റ് തൊട്ടടുത്ത ദിവസം നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത്. സോ therefore 6-ന് വരേണ്ടത് 7 ആയി മാറ്റും. Yeah? Not preceding day but succeeding day we have to consider in emergency holiday. Yeah? So that is that point. And finally ജൂൺ 9-ന് bill date. അതിന് ഒരു മാസമാണ് ഡ്യൂ ഡേറ്റ്. സോ ഇറ്റ് ഷുഡ് ഐഡിയലി ബി ഡ്യൂ ഓൺ July 9 but 3 days credit period കിട്ടാൽ 12th July 2016. Yeah, so I hope you remember, you have understood all the due dates. ഇനി എന്താണ് അടുത്തത് ചെയ്യേണ്ടത്? രണ്ട് ടേബിളിലെയും ഡ്യൂ ഡേറ്റ്സ് കമ്പയർ ചെയ്യുക. രണ്ട് ടേബിളിലെയും ഡ്യൂ ഡേറ്റിൽ ഏറ്റവും ആദ്യം ക്രോണോളജിക്കൽ ഓർഡർ പ്രകാരം വരുന്ന ഡേറ്റ് ഏതാണോ അതിനെ എന്തായിട്ട് ചൂസ് ചെയ്യും? ബേസ് ഡേറ്റ് ആയിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൂലൈ ആണ് നമ്മൾക്ക് ബേസ് ഡേറ്റ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത രണ്ട് ടേബിളിലും ആ ജൂലൈയിലെ 12-ാം തീയതി വരുന്നുണ്ട്. സോ രണ്ടിടത്തുനിന്നും നമ്മൾക്ക് ബേസ് ഡേറ്റ് ചൂസ് ചെയ്യാം. പക്ഷെ ഓരോ ടേബിളിൽ നിന്ന് സെപ്പറേറ്റ്ലി ചൂസ് ചെയ്തതല്ല, രണ്ട് ടേബിളും കൂടെ കമ്പയർ ചെയ്ത് ഏറ്റവും ഏർലിയസ്റ്റ് ഡേറ്റ് എടുത്തതാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഫോർച്യുനേറ്റ്ലി ബോത്ത് ദ ടേബിൾസ് ഹാഡ് ദാറ്റ് ഏർലിയർ ഡേ ഓഫ് 12th July. Yeah? So base date കിട്ടിയ സ്ഥിതിക്ക് അതൊന്ന് രണ്ട് ടേബിളിന്റെയും മേലെ എഴുതാം. Now I am just quickly going to fill in the amounts under each table. Yeah? അതൊക്കെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എഴുതേണ്ടതാണ്. Nothing much to explain in the amount column. ആദ്യത്തേതിന് 2000, പിന്നെ 3000, പിന്നെ 6000. വേറെ ഒന്നും ഞാനിപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല. That we will do one by one. ഇനി ആദ്യത്തെ ബിൽസ് റിസീവബിളിൻ്റെ ടേബിൾ വാസ് 3000, 2500, 6000, 1000, 1500. Yeah. Now once we have completed the main question, ഇപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നതും നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുന്നത്, അതായത് പഠിപ്പിച്ചു തരാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ ഞാൻ ടേബിൾസിലെ ഓരോ കോളം ഫില്ല് ചെയ്താണ്. ഇതേ ഓർഡറിൽ തന്നെ ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, എങ്ങനെ ഫില്ല് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബേസ് ഡേറ്റ് എടുക്കുമ്പോൾ അല്ലെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ടേബിളിലെയും ഡ്യൂ ഡേറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം ബേസ് ഡേറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഓർഡർ ചൂസ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ടേബിൾ ആദ്യം നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഡ്യൂ ഡേറ്റ് 12th July ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂലൈയിലെ എത്ര ദിവസം വരും? 19 days കാണും. ഓഗസ്റ്റിലെ 31 ആൻഡ് സെപ്റ്റംബറിലെ 4. How many days? 54 days. So 54 into 3000 will be product 1,62,000. Then second table എത്ര days gap വരുന്നുണ്ട്? 19 plus 31 plus 8. ഞാൻ വീണ്ടും പറയുന്നു, ഈ കമ്പ്യൂട്ടേഷൻ ഇവിടെ എഴുതണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കി അവിടെ നിന്ന് കാണില്ല. പക്ഷെ പറയുമ്പോൾ നമ്മൾക്ക് എളുപ്പം ഈ ഡേറ്റും കൂടെ എഴുതി കാണിക്കുന്നതാണ്. സോ ദാറ്റ് വി നോ വിച്ച് വി ആർ ആഡിങ്, ഏതാണ് സ്കിപ്പ് ചെയ്യുന്നതൊക്കെ എന്ന് മനസ്സിലാകും. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് റിവൈസ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അല്ലെ പെട്ടെന്ന് 54 എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചു പോകേണ്ടിയൊക്കെ വരും. അപ്പോൾ ഒരു ഡൗട്ട് വരാതിരിക്കാൻ ഇവിടെ എഴുതുന്നതാണ് സേഫ്. So next is 58 days. So 58 into 2500, which is 1,45,000. Base date തന്നെയാണ് 0, so ഇവിടെയും 0. Next is ജൂലൈയിലെ 19 ദിവസം, ഓഗസ്റ്റിലെ 14 ദിവസം. So 19 plus 14 is 33 days. So 33 into 1000, 33. Finally,
19 days of July, 31 days of August, and 23 days of September. Therefore, total number of days is 73. So 73 into 1500 is 1,09,500. ഇനി എന്താണ് ചെയ്യുന്നത്? പ്രോഡക്റ്റിന്റെ ടോട്ടൽ എടുക്കുക. $4,49,500 and ഇവിടെ 4, 5, 8 and 14,000. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ടേബിളും ഫില്ല് ചെയ്യുക. ജൂലൈയിലെ 19 ദിവസം ആൻഡ് ജൂലൈയിലെ 19, ഓഗസ്റ്റിലെ 31, സെപ്റ്റംബറിലെ 7 ദിവസം. 20 days, രണ്ടാമത്തേതിന് 57 days. So 20 into 2,000, 40,000. Then we have 57 into 3,000, 1,71,000, and finally 0. So that means 2,11,000. 2,11,000 and 11,000. So now how do we find the ADD? Average due date is equal to base date plus difference in total product divided by difference in total amount. So 1207/2016 plus ഡിഫറൻസ് ഏതാണോ കൂടിക്കിടക്കുന്നത് ആ ടേബിളിലെ ടോട്ടൽ പ്രോഡക്റ്റ് ആദ്യം എഴുതുക, രണ്ടാമത് മറ്റേ ടേബിളിൽ എഴുതുക. സെയിം വേ ഡിനോമിനേറ്റർ 14,000 minus 11,000. So therefore we can say 12th July 2016 plus 79.5, അതായത് 80 days എന്ന് നമ്മൾക്ക് പറയാം. 79.5 ആണ് കിട്ടുന്നത്, അതിനെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് 80 days ആക്കും. So therefore I can say that 19 July തീർന്നു, ഓഗസ്റ്റിന്റെ 31 തീർന്നു, പിന്നെയുള്ള 30 എന്ന് പറയുമ്പോൾ സെപ്റ്റംബറിലെ 30. So due date will be 30th September 2016. എങ്ങനെയാണ്? ജൂലൈ 12 തൊട്ട് 19 ദിവസം കൂടെ വരുമ്പോൾ ജൂലൈ തീരും. അപ്പോൾ 80 ദിവസത്തിൽ 19 ജൂലൈയിലേക്ക് പോയി. ബാക്കി എത്ര ദിവസം ഉണ്ട്? ഫ്രം 18, 61 ഡേയ്സ് ഉണ്ട്. ആ 61 ഡേയ്സിൽ അടുത്ത ഓഗസ്റ്റും വരും. സോ 61ൽ നിന്ന് ഓഗസ്റ്റിലെ 31 പോകും. ബാക്കിയുള്ള 30 ഡേയ്സ് ഫുള്ളി എവിടെ കിടപ്പുണ്ട്? സെപ്റ്റംബറിലുണ്ട്. സോ 30th September will be my average due date. So now ആവറേജ് ഡ്യൂ ഡേറ്റ് കിട്ടി, എന്നാണ് പേ ചെയ്യേണ്ടത്. ഇനി ആരാണ് സെറ്റിൽമെന്റ് നടത്തേണ്ടത്? ബി ആറും ബി പിയും കൂടെ നോക്കുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ബി ആർ ഇസ് മോർ അല്ലെ. 14,000 ആണ് ബി ആറിന്റെ ടോട്ടൽ. പ്രോഡക്റ്റിന് ഇനി പ്രസക്തി ഇല്ല. എ ഡി ഡി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റ് യു ഷുഡ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് എമൗണ്ട് കോളം മാത്രമാണ്. പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾക്ക് ഈ എ ഡി ഡി കണ്ടുപിടിക്കാനുള്ള അസിസ്റ്റിംഗ് ആയിട്ടുള്ള കോളം മാത്രമാണ്. So amount under BR is 14,000 and BP is 11,000. അതായത് സോഹൻ മനോജിന് പേ ചെയ്യേണ്ടത് 14,000ഉം മനോജ് സോഹന് പേ ചെയ്യേണ്ടത് 11,000ഉം. സോ ആരാണ് നെറ്റ് പേ ചെയ്യാൻ പോകുന്നത്? കൂടുതൽ പേ ചെയ്യാനുള്ളത് സോഹനാണ് അല്ലേ. സോ സോഹൻ വിൽ പേ ദ ഡിഫറൻഷ്യൽ amount of 3,000. So then we will write this sentence that therefore on 30th September 2016 Sohan has to pay rupees 3,000. 14,000 minus to Manoj to settle their accounts. To settle their accounts. To settle their mutual accounts. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. So with that we complete question number 6.
So hope it is clear. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി, ടേബിൾ മനസ്സിലായെങ്കിൽ this part is അല്ലെങ്കിൽ this type of question is pretty easy. കുറച്ച് ചേഞ്ച് മാത്രം ഓർത്താൽ മതി. So with that we complete illustration number 6. Illustration number 7 ഇതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Again പർച്ചേസും സെയിൽസും ഒക്കെ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്യുക. ആൻസർ സ്റ്റഡി മെറ്റീരിയൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നത് ആണ്. Next area of discussion is മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് that area of discussion where we are going to use ADD in case of loan where repayment is done in installments. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ച പോർഷൻസ് എന്തായിരുന്നു? ഒരു പാർട്ടി മാത്രം ഇൻവോൾവ്, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് പേയ്മെന്റ് കൊടുക്കണം അല്ലേ? അതിന്റെ പ്രോബ്ലം ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. അവിടെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്? എന്ത് ട്രാൻസാക്ഷൻ വഴിയാണ് ഈ പേയ്മെന്റ് വന്നെങ്കിലും, സെയിലും പർച്ചേസുമായിട്ടാണെങ്കിലും അതിലെല്ലാം നോക്കിക്കേ, പല ട്രാൻസാക്ഷനിൽ അല്ല പല ഡേറ്റ്സിൽ ട്രാൻസാക്ഷൻസ് വന്നു, പല ഡേറ്റിൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കാൻ ലയബിളായി. പക്ഷെ സെറ്റിൽ ചെയ്യാൻ പോകുന്നതോ ഒറ്റ ഒരു തവണയായിട്ട്. അതായത് we received some amount of benefit from a party on different dates, but we are going to repay them in one single day or one single shot. അതായിരുന്നു ഫസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു ഏരിയയുടെ എക്സ്പ്ലനേഷൻ. ഈ ഒരു ലൈനിൽ ഇപ്പം നമ്മൾ തേർഡ് പറഞ്ഞ പോയിന്റുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്താണ്. കണ്ടന്റ് സെയിം ആണ്, പറഞ്ഞ രീതി ഒന്ന് മാറ്റിയതേ ഉള്ളൂ. വൺ പാർട്ടി ഇൻവോൾവിനെ ട്രാൻസാക്ഷൻ്റെയും റീപേയ്മെന്റിന്റെ നമ്പർ വെച്ചിട്ടും ഒന്ന് കമ്പയർ ചെയ്തു. ഇനി മൂന്നാമത് എന്താണ് നമ്മൾ പറയുന്നത്? ആദ്യത്തെ കേസ് ലോൺ ആവണമെന്ന് നിർബന്ധമില്ല, ലോൺ വേണമെങ്കിലും ആവാം. ആദ്യത്തെ കേസ് ലോൺ അല്ല, സെയിൽ പർച്ചേസ് ട്രാൻസാക്ഷൻ വഴിയുള്ള പേയ്മെന്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. മൂന്നാമത്തേതോ വേറെ ഒരു ലോൺ നമ്മൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ ലോൺ നമ്മൾക്ക് കിട്ടിയത്, അതായത് നമ്മൾക്ക് ബെനിഫിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഒറ്റ ഒരു തവണയാണ്. ഇമാജിൻ ഒരു സിംഗിൾ ഡേറ്റ് ജനുവരി 1-ന്. പക്ഷെ നമ്മളിത് പേ ചെയ്യാൻ പോകുന്നത് പല തവണകളായിട്ടാണ്. ആദ്യം ചെയ്ത പോയിന്റ് നമ്പർ എ സബ് ഡിവിഷനകത്ത് തിരിച്ചായിരുന്നു. വി ഗോട്ട് ബെനിഫിറ്റ് ഓൺ മെനി ഡേറ്റ്സ്, 1,20,000 അങ്ങനെ പല ഡേറ്റിൽ. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒറ്റ ഡേയിൽ പേയ്മെന്റ് ചെയ്യുന്നു. പോയിന്റ് നമ്പർ സിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരിച്ചാണ്. ബെനിഫിറ്റ് നമ്മൾക്ക് ഒരു തവണ കിട്ടി, അത് പേയ്മെന്റ് പല ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹൗ ആർ വി ഗോയിങ് ടു യൂസ് ആവറേജ് ഡ്യൂ ഡേറ്റ്? ദാറ്റ് ഈസ് പ്രിറ്റി സിമ്പിൾ, ഈവൻ ഈസിയർ കമ്പയർഡ് ടു ഇതിനു മുൻപ് പഠിച്ച രണ്ട് ഏരിയ. അതിലെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ പോയിന്റ്സ് തന്നെ, സ്റ്റെപ്സ് തന്നെ നമ്മൾക്ക് ഇവിടെ ഒന്ന് പറയാം. പക്ഷേ ആ ടെക്സ്റ്റ് വെച്ചിട്ടല്ല, ഐ എം ഗോയിങ് ടു ജസ്റ്റ് ഡിസ്കസ്. നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ ലോൺ കിട്ടിയോ ദിവസം ഏതാണെന്ന് ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ റീപേയ്മെന്റും, every single repayment, repayment 1, repayment 2, repayment 3, first step is to find the number of days or gap between date of loan and every repayment. എല്ലാ റീപേയ്മെന്റുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ആദ്യത്തെ റീപേയ്മെന്റ് ഇപ്പം ഞാൻ എമൗണ്ട് ഒന്നും എഴുതാത്ത കാരണം R1 R2 അങ്ങനെ എഴുതുകയാണ്. R1 R2 R3. ഡേറ്റ് ഓഫ് ലോൺ ജനുവരി 1 നമ്മൾക്കറിയാം. റീപേയ്മെന്റ് നടക്കുന്നത് ഫെബ്രുവരി തൊട്ട് എല്ലാ മാസമാണെന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ റീപേയ്മെന്റ് നടക്കുന്നത് എന്നായിരിക്കും? ഫെബ്രുവരി 1-ന്. അപ്പോൾ ലോൺ കിട്ടിയ ഡേറ്റ് എന്തായിരുന്നു? ജനുവരി 1. ജനുവരി 1-ഉം ആദ്യത്തെ റീപേയ്മെന്റ് R1 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഒരു മാസം. രണ്ടാമത്തെ റീപേയ്മെന്റ് നടക്കുന്നത് മാർച്ച് 1-ന്. സോ ഡേറ്റ് ഓഫ് ലോൺ ഫസ്റ്റ് ജനുവരി ആയിരുന്നു. അതും രണ്ടാമത്തെ റീപേയ്മെന്റ് ആയ മാർച്ചും തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? 2 months. ഇങ്ങനെ ഓരോ റീപേയ്മെന്റിന്റെയും ആക്ച്വൽ നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടിയ ആ ഡേറ്റുമായിട്ടുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്.
Then the next step is to find out the total of all these days. ഇങ്ങനെ ഓരോ റീപേയ്മെന്റിലും നമ്മൾ കണ്ടുപിടിച്ച ആ ഗ്യാപ്പിന്റെ ടോട്ടൽ എടുക്കുക. സോ ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും? 6 months. So once this step is done, next step is to find out average due date. How is that done? Average due date is equal to, ഇവിടെ ബേസ് ഡേറ്റ് അല്ല, കുറച്ച് ചേഞ്ച് വരും. ഡേറ്റ് ഓഫ് ലോൺ, എന്നാണോ നമ്മൾക്ക് ലോൺ കിട്ടിയത് അത് തൊട്ടാണല്ലോ നമ്മൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് ഒറ്റ ഒരു പേയ്മെന്റ് നടത്തിയാൽ രണ്ടുപേർക്കും ലോസ് വരാത്ത രീതിയിൽ നമ്മൾക്ക് സെറ്റിൽ ചെയ്യാം. ആവറേജ് ഡ്യൂ ഡേറ്റിന്റെ ഡെഫിനിഷൻ ഒരിക്കലും മാറില്ല. വാട്ട് എവർ ബി ദ സിനാരിയോ വി ആർ അപ്ലൈയിങ് ദിസ് ഇൻ. So average due date is that date. Instead of paying in all these separate installments, ഏതോ ഒരു ദിവസം നമ്മൾ ഫുൾ ഇൻസ്റ്റാൾമെന്റും കൂടെ ചേർത്ത് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് പേയ്മെന്റ് നടത്തുന്ന ആൾക്കും നഷ്ടമില്ല, ലോൺ കൊടുത്ത ആൾക്കും നഷ്ടമില്ല എന്നുള്ളൊരു പൊസിഷൻ വരും. ആ ഡേറ്റ് ആണ് ആവറേജ് ഡ്യൂ ഡേറ്റ്. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ലോൺ ആദ്യം നമ്മൾക്ക് കിട്ടണമല്ലോ. സോ ദെയർഫോർ ഡേറ്റ് ഓഫ് ലോണിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ഡേറ്റ് ഓഫ് ലോൺ പ്ലസ് സം ഓഫ് ദ അബവ് ഗ്യാപ്പ്. ഞാൻ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. സം ഓഫ് ഗ്യാപ്പ് ടെക്സ്റ്റിൽ സം ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഒരു എഴുതിയിരിക്കുന്ന ലൈൻ അങ്ങനെ തന്നെ അതിന്റെ സം എടുക്കാൻ പറഞ്ഞു. ഞാൻ ഷോർട്ടായിട്ട് ഗ്യാപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ്, എത്ര തവണ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തു. സോ ഈ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് പറയുകയാണെങ്കിൽ ജനുവരി 1 ഡേറ്റ് ഓഫ് ലോൺ. എത്രയുണ്ടായിരുന്നു ഗ്യാപ്പ്? 6 മാസം അല്ലെ 6 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. നമ്മളിപ്പോൾ എത്ര ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം എടുത്തിട്ടുള്ളൂ? 3. So therefore I can say that January 1 plus 2 months. ന്യൂമറേറ്റർ മന്ത്സിലായത് കാരണം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ആൻസറും മന്ത്സിലൊക്കെ ആയിരിക്കും അല്ലെ, മന്ത്സ് അല്ലെങ്കിൽ ഇയർ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ ഗെറ്റിംഗ് ഹിയർ. സോ ഇവിടെ 2 months ആയ സ്ഥിതിക്ക് അത് തന്നെയായിരിക്കും നമ്മൾ വിടുന്നത്. സോ ജനുവരി 1 തൊട്ട് 2 മാസം എന്ന് പറയുമ്പോൾ മാർച്ച്. സോ അതായത് നമ്മൾ പറയുന്നത് ശരിക്കും നമ്മൾക്ക് 3 ഡേറ്റ് അവൈലബിൾ ആയിരുന്നു ഓരോ റീപേയ്മെന്റ് നടത്താനെങ്കിലും മാർച്ച് 1 എന്ന് പറയുന്ന ഡേറ്റിൽ എല്ലാ റീപേയ്മെന്റ് എമൗണ്ടും കൂടെ ഒറ്റ തവണ അടയ്ക്കുന്നതും എനിക്ക് പ്രശ്നമില്ലാത്തൊരു പേയ്മെന്റ് മെത്തഡോളജിയാണ്. കാരണം എനിക്കും ഒരു നഷ്ടമില്ല, ലോൺ തന്ന ആൾക്കും ഒരു നഷ്ടമില്ലാത്ത ഒരു പൊസിഷൻ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഐ ക്യാൻ ഓൾസോ പേ ആൻ ADD so that nobody is at a loss. So that is use of average due date in case of loan where repayment is done in installments. Yeah. സോ ടെക്സ്റ്റിലുള്ള ഇല്ലസ്ട്രേഷൻ തന്നെ നമ്മൾക്ക് വീണ്ടും ഇതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഉള്ളൂ, അധികം ഇതിനു മുൻപ് ചെയ്ത പ്രോബ്ലം പോലെ ഒന്നും വർക്ക്ഔട്ട് ചെയ്യാൻ മാത്രമില്ല. ബട്ട് എനിവേസ്, ഇല്ലസ്ട്രേഷൻ നമ്പർ 8. 10,000 lent by Das Bros to Kumar and Sons on 1st January 2011 is repayable in 5 equal annual installments commencing on 1st January 2012. Find the average due date and calculate interest at 5% per annum which Das brothers will recover from Kumar and Sons. Illustration number 8 പറയുന്നത് ആരാണ് ലോൺ കൊടുത്തത്? Das brothers Kumar and Sons ലോൺ കൊടുക്കുന്നു അല്ലേ. So therefore we have to find out the average due date which Kumar and Sons should pay all the installments in one go so that ആർക്കും ഒരു നഷ്ടം വരാത്ത രീതിയിൽ എന്നുള്ള ഒരു കമ്പ്യൂട്ടേഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ അതിന് സെയിം വേ ഉള്ളൊരു ഇത്രയും നേരം പഠിച്ച ആ രീതിയിലുള്ള വലിയൊരു ടേബിളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡ്യൂ ഡേറ്റ് റെക്കോർഡ് ചെയ്യുക, ഓരോന്നിൻ്റെയും ഗ്യാപ്പ് റെക്കോർഡ് ചെയ്യുക, നമ്പർ ഓഫ് ഡേയ്സ് ഓർ ഇയേഴ്സ് ഓർ വാട്ട് എവർ മേ ബി. ഈ ക്വസ്റ്റനിൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ഓരോ വർഷമാണ് പേ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് ഫ്രം ഡേറ്റ് ഓഫ് ലോൺ.
ഇനി ഇങ്ങനെ ടേബിളിൽ എഴുതണമെന്നില്ല, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആയതും ഡേറ്റ് ഓഫ് ലോൺ വരെ ഇത്രയാണ് ഡിഫറൻസ്. സോ എന്നാണ് ലോൺ കൊടുത്തത് അത് തൊട്ട് നമ്മൾക്ക് എഴുതാം. ജനുവരി 2011 ആദ്യത്തെ ലോൺ. സോ ഫസ്റ്റ് ഡേറ്റ് ഇസ് ജനുവരി 2011. സോ അന്ന് തന്നെയാണ് ലോൺ കൊടുക്കുന്നത്. പേയ്മെന്റ് തുടങ്ങുന്നത് എന്തായിരുന്നു? റീപേയ്മെന്റ് അടുത്ത വർഷം തൊട്ടാണ്. സോ ദിസ് ഇസ് 0 or nil. അടുത്ത വർഷം ജനുവരി 1, 2012. എത്ര വർഷം കഴിഞ്ഞു? ഡേറ്റ് ഓഫ് ലോണും നമ്മുടെ ആദ്യത്തെ റീപേയ്മെന്റും തമ്മിൽ 1 year ഗ്യാപ്പ് കഴിഞ്ഞു. സോ അതാണ് ഹെഡിങ്ങിൽ നിങ്ങൾ എഴുതുമ്പോൾ ഇയർ ആണോ മന്ത് ആണോ ഡേ ആണോ എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് എമൗണ്ട്സ് എഴുതി പോയാൽ അല്ലെ വാല്യൂ എഴുതിയാൽ മതി. ഫൈനലി ടോട്ടൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇയറിന്റെ ടോട്ടലോ മന്തിന്റെ ടോട്ടലോ ആസ് ദ കേസ് മേ ബി യു വിൽ ബി റിസീവിംഗ് 5 equal annual installments ആണ്. സോ അടുത്തത് 2013 2 year ഗ്യാപ്പ് വരും ലോൺ ഡേറ്റിൽ നിന്ന് അടുത്ത റീപേയ്മെന്റ്. നെക്സ്റ്റ് റീപേയ്മെന്റ് 2014 അതിന്റെ ഗ്യാപ്പും കമ്പയർ ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ലോൺ തൊട്ട് റീപേയ്മെന്റ് വരെ 3 years ഗ്യാപ്പ്. നെക്സ്റ്റ് റീപേയ്മെന്റ് 2015 അതിന്റെ ഗ്യാപ്പ് 11 തൊട്ട് 15 വരെ 4 years. ആൻഡ് ഫൈനൽ റീപേയ്മെന്റ് വിൽ ബി ഓൺ 2016 5 years ഗ്യാപ്പ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഗ്യാപ്പ് കണ്ടുപിടിച്ച് ആ കോളത്തിന്റെ ടോട്ടൽ എടുക്കുക, which is 15. So once we receive this total കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? Average due date is equal to date of loan plus number of years, total of number of years from number of years among repayments and date of loan divided by, ഇവിടെ മാത്രം divided by number of installments. എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ടായിരുന്നു നമ്മൾക്ക് എന്നുള്ളത്. So let us write that. So date of loan എന്ന് പറയുന്നത് ജനുവരി 1, 2011 ആയിരുന്നു. അന്ന് തൊട്ട് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സിന്റെ ടേബിൾ ആ കോളത്തിന്റെ ടോട്ടൽ എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 15 ഡിവൈഡഡ് ബൈ എത്ര തവണകൾ ഉണ്ടായിരുന്നു, എത്ര റീപേയ്മെന്റ്സ് ഉണ്ടായിരുന്നു? 5. സോ therefore we can say that 2011 പ്ലസ് ഇവിടെ ആൻസർ 3 ആണല്ലേ, പക്ഷെ അത് 3 years ആണോ മന്ത്സ് ആണോ ഡേ ആണോ? വാട്ട് ഈസ് ദ ടോട്ടൽ ദാറ്റ് യു ഹാവ് ടേക്കൺ? ബേസ് എന്തായിരുന്നു? ഇയർ അല്ലേ. അപ്പൊ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ആൻസറും 3 years ആയിരുന്നു. ഇനി ഇവിടെ ഹെഡിങ്ങിൽ മന്ത്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ കമ്പയർ, അതായത് റീപേയ്മെന്റ് എല്ലാം 1 മാസം കൂടുമ്പോഴായിരുന്നെങ്കിൽ ഇവിടെ ഹെഡിങ് നമ്പർ ഓഫ് മന്ത്സ് ആയേനെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചെയ്ത് കിട്ടുന്നതും മന്ത്സിന്റെ ടോട്ടൽ വന്നേനെ. സോ ആ 15 ഡിവൈഡഡ് ബൈ 5 എഴുതിയാൽ 3 months എന്ന് നമ്മൾ പറഞ്ഞേനെ. സോ വാട്ട് എവർ ആർ വി ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ, അതായത് റീപേയ്മെന്റ് മോഡൽ എങ്ങനെയാണോ അതായിരിക്കും നമ്മളിവിടെ എഴുതുന്നത്. ഇയർലി ആണെങ്കിൽ ഇയർ വരും, മന്ത്ലി ആണെങ്കിൽ മന്ത്, ഡേ ആണെങ്കിൽ ഡേ വൈസ് കമ്പ്യൂട്ടേഷൻ. So therefore we can say that on 1/1/2014 ഇത് ബില്ലൊന്നുമല്ല, സാധാരണ ഒരു ലോൺ ആണ്. അപ്പോൾ ഗ്രേസ് പീരിയഡിനെ കുറിച്ചൊന്നും ബോദർ ചെയ്യേണ്ട കാര്യമില്ല. So now we arrived at average due date as January 1, 2014. അതായത് we are saying that when we received from Das and Brothers 10,000 on 1/1/2011, we can make a single repayment of that 10,000 back to Das on 1/1/2014 to ensure that nobody is at a loss. ഇനി എത്രയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്? അതായത് ഈ ഇവിടെ പറയുന്ന എന്ത് ലോസിനെ കുറിച്ചാണ്? നമ്മൾ ശരിക്കും ഈ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നഷ്ടമില്ല. അതായത് കുറച്ച് നാള് ദാസ് ആൻഡ് ബ്രദേഴ്സിനും ഈ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടും, കുറച്ച് നാള് കുമാർ ആൻഡ് സൺസിനും യൂസ് ചെയ്യാൻ കിട്ടും. അത് അവർക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ അതിൽ നിന്ന് അഡീഷണൽ ഇൻകം ജനറേറ്റിംഗ് കപ്പാസിറ്റി രണ്ടുപേർക്കും കിട്ടത്തക്ക രീതിയിൽ. പക്ഷെ ഈ ഡേറ്റിൽ നിന്ന് മാറിയാലോ, ഈ ഡേറ്റിൽ നേരത്തെ റീപേയ്മെന്റ് നടത്തിയാൽ, ഫുൾ റീപേയ്മെന്റ് നടത്തിയാൽ എന്ത് ചെയ്യണം? ദാസ് കുമാറിന് നേരത്തെ റീപേയ്മെന്റ് നടത്തിയ കാരണം കുറച്ച് പൈസ ഡിസ്കൗണ്ട് കൊടുക്കണം. This is nothing but rebate. So ആർക്ക് നഷ്ടം വന്നു? ദാസിന് നഷ്ടം വന്നു. കൊടുത്ത മുഴുവൻ പൈസയും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇനി
കുമാറിനെ സംബന്ധിച്ചിടത്തോളം പേയ്മെന്റ് ഫുള്ള് പേയ്മെന്റ് സെറ്റിൽ ചെയ്യാൻ പോകുന്ന ഇത് കഴിഞ്ഞിട്ടാണെങ്കിലോ താമസിച്ച് തന്നതിന് ദാസൻ ബ്രദേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുമാറിന് അതൊരു നഷ്ടം. അപ്പൊ അതൊന്നും വരാത്ത രീതിയിൽ ഫുൾ സെറ്റിൽമെന്റ് നടത്താൻ പറ്റിയ ഒരു ഐഡിയൽ ഡേറ്റ് ആണ് 1/1/2014. But since anyway Das brothers had given a loan on 1/1/2011 and we say that അവർക്ക് ഒരു ആവറേജ് ഡ്യൂ ഡേറ്റ് ആയിട്ട് ഫുൾ പേയ്മെന്റും തരാൻ പറ്റുന്ന ഒരു ഐഡിയൽ ഡേറ്റ് എന്നാണ് 2014. So therefore ക്വസ്റ്റ്യൻ അടുത്ത ഭാഗം നോക്കാം. കാൽക്കുലേറ്റ് interest at 5% per annum which Das brothers will recover from Kumar and Sons. So therefore interest എത്രയായിരിക്കും റിക്കവർ ചെയ്യാൻ പോകുന്നത്? എത്രയാണ് നമ്മൾ കൊടുത്ത ലോണ് 10,000, അതിന്റെ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ 5% per annum. എത്ര ഈ ആവറേജ് ഡ്യൂ ഡേറ്റ് നോക്കി എത്ര വർഷമാണ് ഗ്യാപ്പ് നമ്മൾ കിട്ടുന്നത്? ആവറേജ് ഡ്യൂ ഡേറ്റ് വരെ 3 വർഷം. അപ്പോൾ 3 വർഷം വരെ ആർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? കുമാർ ആൻഡ് സൺസിന്. സോ ആ 3 വർഷത്തെ എങ്കിലും ഇൻട്രസ്റ്റ് ദാസൻ ബ്രദേഴ്സിന് തിരികെ കിട്ടണം. നോട്ട് ദ എൻറ്റയർ 5 years. ബിക്കോസ് ആവറേജ് ഡ്യൂ ഡേറ്റ് ഇസ് ഓൺലി അപ് ടു 1/1/2014. അപ്പോൾ അന്ന് വരെയുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഇയാൾക്ക് ശരിക്കും റിക്കവറായി കിട്ടാൻ പോകുന്നത്. സോ ഇൻട്രസ്റ്റ് which is 1,500. This will be charged by Das and brothers if or when he decides to make payment by 1/1/2014. Yeah. So അതാണ് ഇൻട്രസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ. ഇതാണ് ലോൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിന്ന് എക്സാമിന് അധികം ചോദ്യം വന്നിട്ടില്ല. ബട്ട് ഡോണ്ട് skip this part because it's very easy. Even if it is asked, you can quickly find them. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ബൈഫിക്കേഷൻ തന്നിട്ടില്ലെങ്കിലും I would like to bring to your notice that this type of step is possible if repayment is equal. റീപേയ്മെന്റ് എമൗണ്ട് ഈക്വൽ ആണെങ്കിലാണ് ഇത് സാധാരണ നടക്കുന്നത്. സോ വാട്ട് ഇഫ് റീപേയ്മെന്റ് ഷെഡ്യൂളിലെ റീപേയ്മെന്റ് പല സമയത്തും പല എമൗണ്ട് ആണെങ്കിൽ വാട്ട് വിൽ ബി ഡൺ? അത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഇല്ല. Let me just check anyway. It is not there. No. Actually this chapter was earlier part of inter students in the CA നമ്മളുടെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിരുന്നു. അവിടെ നിന്നാണ് ഫൗണ്ടേഷനിലേക്ക് മാറിയത്. സോ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല. ബട്ട് എനിവേ ഐ എം ബ്രിങ്ങിങ് ടു യുവർ നോട്ടീസ് ദാറ്റ് യു ബി അവെയർ ഓഫ് ഇറ്റ്. സോ ഇഫ് അറ്റ് ഓൾ സച്ച് എ സിറ്റുവേഷൻ അറൈസസ് യു ക്യാൻ അപ്ലൈ ദാറ്റ് ആൻഡ് വർക്ക്ഔട്ട്. പക്ഷെ അങ്ങനെ വരാൻ സാധ്യത സിലബസിൽ ഇല്ലാത്തൊന്നും വരില്ല. പക്ഷെ ഒരു ചെറിയ പോയിന്റേ ഉള്ളൂ. അത് ഒന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അതുകൊണ്ട് ലെറ്റ് us just understand. So this technique will be applicable ideally speaking when the repayment amounts are equal. ഇവിടെ നമ്മൾ എല്ലാം ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഈ ക്വസ്റ്റ്യന്റെ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലേ, അത് നമ്മൾ സ്ട്രെസ് ചെയ്തില്ലെങ്കിലും equal annual installments. And so what if repayments are not equal? Repayments equal allengil endu cheyum? We will still work out in this manner. ഇവിടം വരെ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരു ചെറിയ ചേഞ്ചും കൂടെ നമ്മൾ വരുത്തും. എന്താണ് ചേഞ്ച്? ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് കോളംസ് കഴിഞ്ഞിട്ട് we will add repayment amount column. അതിപ്പം ആദ്യത്തെ തവണ ഒന്നുമില്ല, രണ്ടാമത്തെ തവണ 2,000, പിന്നെ 3,000, അങ്ങനെ 10,000 നമ്മൾ റീപേ ചെയ്യുന്ന ഓരോ റീപേയ്മെന്റ് എമൗണ്ടും എഴുതും. ഇത് ചെയ്യേണ്ടത് എപ്പോൾ മാത്രമാണ്? റീപേയ്മെന്റ് എമൗണ്ട് പലതും പല സമയത്തും പലതാണെങ്കിൽ, ഫിക്സഡ് അല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് 10 ആവുമല്ലോ, 10,000. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അറൈവ് അറ്റ് പ്രോഡക്റ്റ്. അതായത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച 2 സ്റ്റെപ്പിലെ ഏകദേശം ആ മോഡൽ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്. പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അവിടെ നമ്മൾക്ക് ഒരു എമൗണ്ട് കോളം ഉണ്ടായിരുന്നു. ഇവിടെ എമൗണ്ടിന് പകരം നമ്മൾ റീപേയ്മെന്റ് എമൗണ്ട് എന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പ്രോഡക്റ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? സെയിം തിങ്, ദിസ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ മന്ത്സ് ഓർ ഡേയ്സ് വാട്ട് എവർ യു ഗെറ്റ് ഹിയർ ഇൻ ടു ദ റീപേയ്മെന്റ് എമൗണ്ട് നമ്മൾക്ക് പ്രോഡക്റ്റ് കിട്ടും. Then take the total of this product. Yeah.
അത്രയും ക്ലിയർ ആയല്ലോ. പിന്നെ ADD എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? Then ADD will be computed using similar formula that we have learned in prior two subsections. എന്തായിരുന്നു? ഡേറ്റ് അവിടെ ബേസ് ഡേറ്റ് ആയിരുന്നു, പക്ഷെ ബേസ് ഡേറ്റ് അല്ല വരേണ്ടത്, പകരമോ ഡേറ്റ് ഓഫ് ലോൺ തന്നെയാണ്. പ്ലസ് ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരും. എന്തായിരിക്കും വരേണ്ടത്? സം ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ സം ഓഫ് റീപേയ്മെന്റ് അമൗണ്ട്സ്. ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഫോർമുല ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ഇൻടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻടു പീരിയഡ് ഫ്രം ഡേറ്റ് ഓഫ് ലോൺ. ഞാൻ ആ ഫോർമുല ആയിട്ട് പറയാതെ കോൺസെപ്ച്വലി പറഞ്ഞാണ് ഡേറ്റ് ഓഫ് ലോൺ ടു ADD. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അത് റീപേയ്മെന്റ് എമൗണ്ട്സ് സെയിം ആയാലും അല്ലെങ്കിലും ഇൻട്രസ്റ്റ് അങ്ങനെ തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ആദ്യമേ നമ്മൾ ചെയ്ത ഈക്വൽ റീപേയ്മെന്റ്സിന്റെ ഒരു പോർഷൻ മാത്രമേ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളൂ. സോ അത് മാത്രം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പക്ഷേ നോ ദാറ്റ് ഇഫ് റീപേയ്മെന്റ് എമൗണ്ട്സ് ആർ ഡിഫറെന്റ്, you will have a slightly different approach to finding out ADD, which is not very alien to you. നമ്മൾ ഓൾറെഡി പഠിച്ച പോർഷൻ A and B യിലെ സബ്സെക്ഷൻ A and B യിലെ അതേ മെത്തഡോളജി തന്നെയാണ്. ഇവിടെ നമ്പർ ഓഫ് ബേസ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല, ഡേറ്റ് ഓഫ് ലോൺ ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ലോണിൽ നിന്ന് ഓരോ റീപേയ്മെന്റിന്റെ ഗ്യാപ്പ് കണ്ടുപിടിക്കുക, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ റീപേയ്മെന്റ് എമൗണ്ട്, പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന പ്രോബ്ലത്തിൽ എന്തായിരുന്നു ADDയുടെ ഫോർമുല, അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അവിടെ മാറ്റം എന്തേ ഉള്ളൂ? ബേസ് ഡേറ്റ് ഇല്ല, അതിന് പകരം ഡേറ്റ് ഓഫ് ലോൺ എടുക്കുക. സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം റീപേയ്മെന്റ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു മോഡൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. So with that, we complete or come to the end of the third portion. Now we move on to the fourth portion, wherein we use average due date for finding interest on drawings. എന്തായിരുന്നു ഡ്രോയിങ്സ്? നമ്മൾ ഏറ്റവും ആദ്യം അക്കൗണ്ടിങ് പ്രോസസ്സിലൊക്കെ പറഞ്ഞു പോയൊരു കാര്യമാണ്. When a person invests his savings to run a business, അയാൾ കൊണ്ടുവരുന്ന ആ പൈസേനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്യാപിറ്റൽ എന്ന് വിളിക്കും, അയാളുടെ ഇൻവെസ്റ്റ്മെന്റിനെ. അപ്പോൾ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ളത് അയാളുടെ വരുമാന മാർഗം ആ ബിസിനസ് മാത്രമായിരിക്കും. അപ്പോൾ അയാളുടെ ഉള്ള പൈസ മുഴുവൻ അയാൾ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇട്ട് കാണും, ഫുള്ള് ക്യാപിറ്റലായിട്ട്. പക്ഷെ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾക്ക് എവിടെ നിന്ന് വേണം ഈ പൈസ കിട്ടാൻ? ഈ ബിസിനസ്സിൽ നിന്ന് വേണം ജനറേറ്റ് ചെയ്യാൻ. അല്ലെ, നമ്മൾക്കൊക്കെ നമ്മളുടെ വീട്ടിലും നമ്മളുടെ ചുറ്റും സാലറീഡ് എംപ്ലോയീസ് കാണും. അവരുടെ വരുമാനം എന്ന് വെച്ചാൽ ആ സാലറിയാണ്. ആ സാലറി വെച്ചിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ, ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നാൽ അത് നടത്താൻ, വണ്ടി വാങ്ങിക്കുകയോ വീട് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ എല്ലാം നടത്താൻ. അതേപോലെ ഒരു ബിസിനസ് പേഴ്സണ് അവർ കൊണ്ടിടുന്ന പൈസ ക്യാപിറ്റലാണ്. അതിൽ നിന്ന് മുടക്കിയ പൈസയും കുറച്ച് ലാഭവും കൂടിയാണ് തിരിച്ചവർ പ്രതീക്ഷിക്കുന്നത്. അതാണ് സാലറി പോലത്തെ അവരുടെ ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ ആ പൈസയിൽ കുറച്ചെങ്കിലും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കേണ്ടി വന്നേക്കാം, അല്ലെ? അങ്ങനെ അവർ ആ ഇട്ടിരിക്കുന്ന പൈസ കുറെയൊക്കെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരികെ എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ വെൻ ബിസിനസ് പേഴ്സൺ ഡ്രോസ് ഫ്രം ദ ബിസിനസ്, അതിന് നമ്മളൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇതിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലേക്കൊക്കെ വരുമ്പോൾ പഠിക്കുന്ന ഒരു പോർഷനാണ്. അതായത് ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവർക്ക് ക്യാപിറ്റൽ എത്ര നാൾ ഹോൾഡ് ചെയ്തവിടെ അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കും. ഇപ്പോൾ ബാങ്കിൽ കൊണ്ടിട്ടിരുന്നെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാൽ അതിന് പകരം നമ്മളുടെ ബിസിനസ്സിൽ ഇട്ടതിന് തിരികെ നമ്മളൊരു ഇൻട്രസ്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പൈസയ്ക്ക് അയാൾ എന്ത് തരണം? ആ ബിസിനസ് പേഴ്സൺ കമ്പനിയിലേക്ക് അല്ലെ ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് തിരികെ തരണം. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ എങ്ങനെയാണ് ആവറേജ് ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. So let us
So theory like in the case of drawings also, amount is drawn by the owner of business on various dates. പക്ഷെ തിരിച്ച് ബിസിനസ്സിലേക്ക് തിരികെ കൊണ്ടിടുന്നത് ഒറ്റ തവണയായിരിക്കും. Different amounts are due on different dates, but they are ultimately settled on one day. The interest may be calculated by means of average due date. Interest is chargeable on drawings, and drawings are on different rates. Interest may be same thing. അതായത് പല തവണകളായിട്ട് ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് പോയി, ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി, അത് മുഴുവൻ തിരികെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അയാൾ ഒറ്റ തവണയായിട്ടായിരിക്കും. അപ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോകുന്നതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ബിസിനസ് ചാർജ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾക്ക് ആവറേജ് ഡ്യൂ ഡേറ്റ് യൂസ് ചെയ്യാന്നുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം വഴി മനസ്സിലാക്കാം. A and B, two partners of a firm, have drawn the following amounts from the year in the year ending 31st March. അതായത് ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേം നിങ്ങൾക്ക് ഇതുവരെ ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നിട്ടില്ല. സോ യു മൈറ്റ് നോട്ട് നോ ഇൻ ഡീറ്റെയിൽ. പക്ഷേ ഡ്രോയിങ്സ് എന്താണെന്ന് അറിയാലോ. അപ്പോൾ അതിന് ഒരു ഇൻട്രസ്റ്റ് പൈസ എടുത്തുകൊണ്ട് പോയ ആൾ ബിസിനസ്സിന് കൊടുക്കണമെന്ന് പറയുക. ഇനി പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്ത് ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെ രണ്ട് പേരുണ്ട്, എ ആൻഡ് ബി. അവർ പാർട്ട്നേഴ്സാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിലെ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് ഒരു ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നവരെ പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ആ രണ്ട് പാർട്ട്നേഴ്സ് എന്ത് ചെയ്തു? പല തവണകളായിട്ട് ബിസിനസ്സിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇൻട്രസ്റ്റ് 6% per annum is charged on all drawings. Calculate interest chargeable by using ordinary system and average due date system. അതായത് ഓർഡിനറി സിസ്റ്റം എന്താണെന്ന് ഞാൻ പതുക്കെ പറയാം. ആവറേജ് ഡ്യൂ ഡേറ്റ് സിസ്റ്റം വഴി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് us take up that first. Illustration number 9. സോ എസ് ഡ്രോയിങ്സ്. ആദ്യമേ എയുടെ കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒരാളുടെ മാത്രം വേണമെങ്കിലും ഡ്രോയിങ്സ് വരാം. പക്ഷെ സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ പഠിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കോൺസെപ്റ്റിന് നമ്മൾക്ക് തന്നിരിക്കുന്നത്. സോ എസ് ഡ്രോയിങ്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റിനെയാണ് നമ്മൾ ഡ്യൂ ഡേറ്റ്. അതായത് ഇവിടെ നമ്മൾക്ക് ഡ്യൂ ഡേറ്റ് എന്നൊന്നും പറയാനില്ല. ഒരു ബില്ലിലാണെങ്കിൽ പറയാം ബില്ല് എന്ന് ജനറേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഒരു മാസം ഞാൻ സമയം തരുന്നു, അതിനോട് തിരിച്ചു തരണം. പക്ഷേ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തരണം അങ്ങനെ ആയിരിക്കില്ല. ആ ഡേറ്റ് ആണ് നമ്മളുടെ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദർ ഇസ് നോ സെപ്പറേറ്റ് കോൺസെപ്റ്റ് ഓഫ് എ ഡ്യൂ ഡേറ്റ് ഇൻ ഡ്രോയിങ്സ്. വാട്ട് എവർ ഇസ് ദ ഡേറ്റ് വെൻ എ പേഴ്സൺ വിഡ്രോസ് ദാറ്റ് ബിക്കംസ് ദ ഡ്യൂ ഡേറ്റ്. സോ ദാറ്റ് ഇസ് ഡേറ്റ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെയോ amount of drawings. Then what do we need? Already പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. Number of days from base date. ഇവിടെ base date എന്നോ zero date എന്നോ ഒക്കെ നമ്മൾക്ക് പറയാം. And same again finally a table called products. ഇതേപോലെ ബിക്കും നമ്മൾക്കൊരു സെപ്പറേറ്റ് ടേബിൾ ഉണ്ടാക്കാം. ബിയുടെ ഡ്രോയിങ്സിന് എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. സെയിം വേ ടേബിൾ ഹെഡിങ് കാണും. ഡേറ്റ്, amount of drawings, number of days from base date, and finally product. So A case ആദ്യം എടുക്കാം. ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? 1st July, 30th September, 1st November and 28th November. നമ്മൾക്ക് 28th February ഡേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? സോ നമ്മൾക്ക് അതൊന്ന് എഴുതിയെടുക്കാം. 1st July, 30th September, 1st November, 28th February. Amount of drawings എത്രയായിരുന്നു? 500, 800, 1000, 400.
ഇനി നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം ബേസ് ഡേറ്റ്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തറിയണം? ബേസ് ഡേറ്റ് അറിയണം അല്ലേ? ബേസ് ഡേറ്റ് നമ്മൾക്ക് ഇവിടെയും ഈ ഡേറ്റ് തന്നെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഡ്യൂ ഡേറ്റിലെ ഏറ്റവും ആദ്യം വരുന്നതിനെ നമ്മൾക്ക് ബേസ് ഡേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം, വിച്ച് ഇസ് 1st July. ഇവിടെ എസ് ഡ്രോയിങ്സും ബിസ് ഡ്രോയിങ്സും ഞാൻ രണ്ടും സൈഡ് ബൈ സൈഡ് ആയി എഴുതിയ കാരണം അത് രണ്ടും കമ്പയർ ചെയ്ത് എഴുതണമെന്നൊന്നുമല്ല, എളുപ്പത്തിന് ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് ഫോർമാറ്റ് എഴുതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതൊരു ടേബിള്, മറ്റൊരു ടേബിള്, രണ്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചിന്തിച്ചാലും മതി. സോ നമ്പർ ഓഫ് ഡേയ്സ്, ആദ്യത്തെ കേസിൽ 0, സോ പ്രോഡക്റ്റ് 0. രണ്ടാമത്തെ കേസിൽ ജൂലൈയിലെ 30 ദിവസം, ഓഗസ്റ്റിലെ 31 ദിവസം, അഗൈൻ സെപ്റ്റംബറിലെ 30 ദിവസം. അതായത് എത്ര ദിവസമായി? 91 ദിവസം അല്ലേ? സോ 91 into 800, 72,800. Then അടുത്തത് നവംബർ 1, അപ്പോൾ ജൂലൈയിലെ 30, ഓഗസ്റ്റിലെ 31, സെപ്റ്റംബറിലെ 30, ഒക്ടോബറിലെ 31, നവംബറിലെ 1. സോ വിച്ച് മീൻ 30 plus 31 123 days. So 123 days into 1000, so 1,23,000. And then finally 20th February എന്ന് പറയുമ്പോൾ 30, 31, September, October, November, December, Jan and Feb. So 30 plus 31 plus 30. 242. So 242 into 400, 96,800. So therefore total is 2,92,600. 2,700. ADD is going to be already പഠിച്ച ഫോർമാറ്റ് തന്നെ. ബേസ് ഡേറ്റ് എത്രയായിരുന്നു? 1st July. ഞാൻ ഫോർമുല എഴുതുന്നില്ലെന്നേ ഉള്ളൂ. 2,92,000. നിങ്ങൾ എക്സാമിന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒറ്റൊരു ക്വസ്റ്റ്യനെ ഇവിടെ നിന്നൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഫോർമുല എഴുതി തന്നെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ മാത്രമാണ് ഇത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. 108.3, we can say 109 days, 108 days here. So July 30, August, September. 108.292,600 divided by 2,700, 108.37 ആണ്. അപ്പോൾ 0.5 താഴെയായ സ്ഥിതിക്ക് റൗണ്ട് ഓഫ് ടു ലോവർ വാല്യൂ 108 days. സോ 108 days എന്ന് പറഞ്ഞാൽ ജൂലൈയിൽ 30 ദിവസം പിന്നെയുണ്ട്, ഓഗസ്റ്റിൽ 31, പിന്നെ സെപ്റ്റംബറിൽ 30. അപ്പോൾ ഒക്ടോബർ 17 ആയിരിക്കും ആവറേജ് ഡ്യൂ ഡേറ്റ് വരുന്നത്, October 17th. Yeah. So this will be average due date for whom? For Mr. A. So ഇനി അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അപ്പോൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് which will be charged from him will be, ഏതിന്മേലാണ് അയാൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? അയാൾ ടോട്ടൽ വിഡ്രോ ചെയ്ത് പോയത് അത് എത്രയാണ്? 2,700. ഇത് ലാസ്റ്റ് ലോണിൽ പഠിച്ച ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ചെയ്താലും മതി. എത്രയായിരുന്നു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ? 6% per annum. സോ 6% into 1710 അല്ലേ? സോ 1710 എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ചാർജ് ചെയ്യാൻ പോകുന്നത് എന്ന് തൊട്ട് എന്ന് വരെയായിരിക്കും? എന്നാണോ ശരിക്കും അയാൾ പേ ചെയ്യേണ്ടത്? 17th October അയാൾ ഫുള്ള് സെറ്റിൽ ചെയ്യണം.
അന്ന് തൊട്ട് in case he is not settling the വർഷം അവസാനം വരെ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് വരെ അല്ലേ. സോ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് വരെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അയാൾ ക്ലോസ് ചെയ്യേണ്ടത് ഒക്ടോബർ 17 ചെയ്യാമായിരുന്നു അയാൾക്ക്. ബട്ട് ഇഫ് ഹി ഡസ് നോട്ട് ഡു ഇറ്റ്, we will say that interest is receivable from him till the close of financial year, which is generally going to be from 17th October to 31st March. അതായത് എത്രയായിരിക്കും ഇൻട്രസ്റ്റ്? 2700 into 6% into ഒക്ടോബറിലെ 14,000, നവംബറിലെ 30, ഡിസംബർ 31, ജാൻ 31, February 28 and March 31. So 165 divided by 365. So 2700 into 6% into 165 divided by 365. So we will get something around 73.23 rupees as interest on drawings from Mr. A. In similar way, let us compute for B's drawings as well. ബി 4 ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ട് അല്ലേ. നമുക്കൊന്ന് എഴുതാം. ഈ ഡേറ്റും ഡ്യൂ ഡേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. സോ 12th June, 11th August, 9th February ആൻഡ് 7th March. ഇവിടെയും ബേസ് ഡേറ്റ് ഏതാണ്? ഏറ്റവും ആദ്യത്തെ ഡേറ്റിനെ ബേസ് ഡേറ്റ് ആയിട്ട് എടുക്കാം. സോ ബേസ് ഡേറ്റ് ഇസ് ഈക്വൽ ടു 12th June. Amount of drawings were 1,000, 500, 400 and 900. So what are the number of days? ആദ്യത്തേതിൽ 0 തന്നെ, സോ പ്രോഡക്റ്റ് 0. രണ്ടാമത്തേതിൽ ഞാൻ ഇനി ഇവിടെ ആ കമ്പ്യൂട്ടേഷൻ എഴുതുന്നില്ല, പറയുന്നേ ഉള്ളൂ. ജൂണിലെ ബാക്കി 18 ദിവസം പ്ലസ് ഓഗസ്റ്റിലെ 11 വരെ വരുന്നത് അല്ലേ. സോ 18 പ്ലസ് 11, 29 days. So 29 days into 500 will be 14,500. Sorry, I think another date മാറി അല്ലേ. ജൂൺ 6th ആണ് മന്ത്. സോ ജൂലൈ എഴുതിയിട്ടില്ല. ജൂലൈയിൽ 31 days കൂടെ വരും. സോ 29 days 31 is, sorry, I think it's better to write the days here. So even I am forgetting that I have to add one more month, 16. So ഇവിടെയും amount മാറും. 60 into 500 എന്ന് പറയുന്നത് 30,000. Next is +18 + 31, August 31, September, October, November, December, Jan and so 18 plus 31 plus 242. നിങ്ങൾ ആൻസറിൽ എഴുതുമ്പോൾ ഇത്രയും വലിച്ചു നീട്ടി ഇവിടെ തന്നെ എഴുതണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ പറയാൻ വേണ്ടി അങ്ങ് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടേഷൻ എഴുതണമെങ്കിൽ ഒരു ആസ്ട്രിക് മാർക്കും എല്ലാം കൊടുത്ത് സൈഡിൽ നോട്ടായിട്ട് എഴുതിക്കോളൂ കേട്ടോ. പക്ഷെ എഴുതണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ എന്തെങ്കിലും ക്രോസ് ചെക്കൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിലാണ് അത് എഴുതുന്നത് നല്ലത്. സോ 242 into 400, 96,800. So the final is 242ന്റെ കൂടെ ഒരു 19 വരും. ലാസ്റ്റ് 268 ആണ്. അത് ഞാനിവിടെ എഴുതിയില്ല. 242ൽ നിന്നുള്ള ഗ്യാപ്പ് നോക്കി അങ്ങോട്ട് എഴുതി വിട്ടാണ് കേട്ടോ. സോ 900, 2,41,200. So total of products is 96,800 plus 30,000, which is 3,68,000. Amount of drawings total is 2,800. So therefore, average due date is equal to 12th June plus 3,68,000 divided by 2,800.
131 days. So 131 days എന്ന് പറയുമ്പോൾ ജൂണിലെ 18 ദിവസം പോകും. പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 21st October ആകും നമ്മുടെ ഡ്യൂ ഡേറ്റ് വരും. So 21st October. So it means he can settle everything at October 20. So ഇൻട്രസ്റ്റ് എന്ന് മുതൽ ചാർജ് ചെയ്യും? ഈ അയാൾ പേ ചെയ്യേണ്ട ദിവസം അന്നാണ് അയാൾ ഫുൾ ഡ്രോയിങ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ അയാൾ വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ 2,800 into 6% into ഈ 21st October ADDയിൽ നിന്ന് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് വരെയുള്ള ഗ്യാപ്പ്. So that is 2,800 into 6% into October 10 days, November, December, January, February, March. So 161 days by 360. So 2,800 into 6%. 74.10. So these are the interest and the average due dates that we get using average due date method. നമ്മൾ പഠിച്ച ആ മെത്തേഡ് വഴി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോർമൽ ഓർഡിനറി സിസ്റ്റം വഴിയും ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാനാണ്. നോർമൽ സിസ്റ്റം നിങ്ങൾക്കറിയില്ല, ബട്ട് ലെറ്റ് us do that. നോർമൽ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. നോർമൽ സിസ്റ്റത്തിൽ നമ്മൾക്ക് എയുടെ ഡ്രോയിങ്സും ബിയുടെ ഡ്രോയിങ്സും സെപ്പറേറ്റ്ലി തന്നെ ചെയ്യാം. എസ് ഡ്രോയിങ്സ് ആൻഡ് ബീസ് ഡ്രോയിങ്സ്. ഡേറ്റ് വേണം, amount of drawings വേണം. Interest to be charged for. And finally, interest at 6%. ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു ഫോമാറ്റ് തന്നെയല്ല, കണ്ടന്റ് ഇതാണ്. സോ ഓരോ ഡേറ്റും നമ്മൾക്കൊന്ന് എഴുതാം. ആദ്യത്തെ ജൂലൈ 1, 30th September, 1st November and 20th February. അതായത് ഈ ADDയും ബേസ് ഡേറ്റ് ഒന്നും കമ്പ്യൂട്ട് ചെയ്യാതെ തന്നെ ഇൻട്രസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്, കണ്ടുപിടിക്കാൻ പോവുകയാണ്. amount of drawings എഴുതിയാണ് 500, 800, 1000 and 400. So what are we going to do? We are going to consider each drawings അയാൾ ഡ്യൂ ഡേറ്റ്, അതായത് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് വരെ തിരികെ ഡെപ്പോസിറ്റ് ചെയ്തില്ല, അതായത് ഡ്രോയിങ്സ് ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് വരെ അയാൾ യൂസ് ചെയ്തിരുന്നു അതല്ലേ ഡ്രോയിങ്സ് ആയിട്ട്. അപ്പോൾ അന്ന് വരെയാണ്, എന്നാണ് വിഡ്രോ ചെയ്തത് അന്ന് തൊട്ട് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് വരെയുള്ള ഗ്യാപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫ്രം ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് ടു ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ്, വിച്ച് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി 31st March. ഇവിടെ സ്പെസിഫിക്കലി ക്വസ്റ്റനിൽ പറയുന്നുണ്ട് 31st Marchനാണ് ഇയർ എൻഡിങ് എന്ന്. സോ ദെയർഫോർ ആ ഒരു ഗ്യാപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എപ്പോഴും ഡ്രോയിങ്സ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത് വർഷം അവസാനം വരെയുള്ള പീരീഡുമായിട്ടാണ്. അതായത് നമ്മൾ പറയുന്നത് ജൂലൈ 1 അയാൾ എടുത്തുകൊണ്ട് പോയി മാർച്ച് 31 തിരികെ വന്നിട്ടില്ല. അപ്പോൾ അത്രയും നാളും അയാളത് ഡ്രോയിങ്സ് ആയിട്ട് യൂസ് ചെയ്തു. അതിനായിരിക്കും അയാളുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. സോ എത്ര ദിവസത്തേക്കായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ മന്ത്സ് വേണമെങ്കിൽ എഴുതാം, ഡേയ്സ് വേണമെങ്കിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും കമ്പ്യൂട്ട് ചെയ്യും. സോ ഫുൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം ഓരോ മാസം തീരുമ്പോഴോ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് വെച്ചിട്ട്, അപ്പോൾ വേണമെങ്കിൽ മന്ത് വെച്ചിട്ടും ചെയ്യാം, ഡേയ്സ് വേണമെങ്കിലും ചെയ്യാം. യൂണിഫോം ആയിട്ടിരിക്കാൻ ഡേയ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ 31 days പ്ലസ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഫെബ്രുവരി, മാർച്ച്. സോ 274 days വരുന്നുണ്ട്. അതായത് ജൂലൈ 1 തൊട്ട് മാർച്ച് വരെയുള്ള ഗ്യാപ്പ് ഞാൻ എടുത്താണ് 274 days. സോ ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ഫോർമുല വേണമെങ്കിൽ നമ്മൾക്കൊന്ന് കോളംസ് എഴുതിയേക്കാം. 1, 2, 3, 4 എങ്ങനെയായിരിക്കും കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? 4 will be computed as
വിഡ്രോ ചെയ്ത എമൗണ്ട് ഇൻറ്റു 6% സ്റ്റാൻഡേർഡ് ആണ് ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 365. 365 എടുത്തതിൻ്റെ കാര്യം നമ്മളെല്ലാം ഡേയ്സിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. മന്തിലായിരുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 12 ട്രീറ്റ് ചെയ്തേനെ. It depends on what basis are you going to convert. So therefore 500 into 6% is 270. 22.5. ഇനി 800ന്റെ ഗ്യാപ്പ് സെപ്റ്റംബർ തൊട്ടാണ്. സോ ഒക്ടോബർ ഫുള്ള്, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ് ആൻഡ് മാർച്ച്. 182 days. So 182 into 800 into 6% divided by 365. You will get 23 point. One second, it is 182 or 183. Yeah, 23.93 ne 23.93 no 24 point no edu. So I think ഈ ഫസ്റ്റ് ഡേ നമ്മൾ എടുക്കാതെ ലാസ്റ്റ് ഡേ മാത്രം ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്യുന്നത്. സോ 23.93. അടുത്തത് നവംബർ 1 തൊട്ട്. സോ 1 29 ദിവസം, ഡിസംബറിൽ 31, ജാൻ, ഫെബ് ആൻഡ് മാർച്ച് 150 days. So 1000 into 6% into 150 divided by 365. 24.66. And finally മാർച്ച് 31 മാത്രം, അതായത് ഫെബ്രുവരിയിലാണ് വിഡ്രോ ചെയ്തത്, അപ്പോൾ ഒരു മാസത്തെ കാര്യമുള്ളൂ, 31 ദിവസം. സോ 400 into 6% into 365, which will be 2.04. So ഇതിൻ്റെയൊക്കെ ടോട്ടൽ എടുക്കുക. 2.04 plus 24.66 plus 22.5, which is 73.13. Now quickly let us go to aid drawings. ADD വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്ത് ഇൻട്രസ്റ്റിലേക്ക് ഒന്ന് പോകും. എയ്ഡ് ഡ്രോയിങ്സ് ആവറേജ് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിച്ചു, അത് വെച്ചിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ 73.23. നോർമൽ സാധാരണ ചെയ്യുന്ന പോലെ ഓർഡിനറി സിസ്റ്റത്തിൽ ചെയ്തപ്പോഴോ 73.13. ആ റൗണ്ട് ഓഫിൻ്റെയും ഡേറ്റ്സിലുള്ള കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലേ, 10 പൈസയുടെ ഡിഫറൻസേ ഉള്ളൂ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് എമൗണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് ഈ റൗണ്ട് ഓഫ് വരുത്തുന്ന കുറച്ച് ചേഞ്ച് മാത്രമാണ്. ബട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ദി സെയിം ആൻസർ ഈവൻ ഇഫ് വി ട്രൈ ADD മെത്തേഡ് ഓർ എ നോർമൽ മെത്തേഡ്. ഇനി ഇതേപോലെ ബേസ് ഡ്രോയിങ്സ് നമ്മൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. Date, amount of drawings, gap between date of drawings and balance sheet date അല്ലെങ്കിൽ financial year close അങ്ങനെ വേണമെങ്കിലും വിളിക്കാം. And finally interest at 6%. Column 1, 2, 3. Column 4 will be 2 into 6% into 3 divided by 365. Yeah. So ഈ മോഡലിൽ നിങ്ങൾ തനിയെ ഈ ബേസ് ഡ്രോയിങ്സ് ഒന്ന് ഞാനിപ്പോൾ എ ചെയ്തത് മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ഫോർ ബി ഓൾസോ സംവെയർ അറൌണ്ട് 74.1. അവിടെയും റൗണ്ട് ഓഫിൻ്റെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരികയുള്ളൂ. ബട്ട് അതർവൈസ് യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. Yeah? So I hope it is clear. So with that we complete all the areas where we are going to use this average due date to help us ascertain certain figures. ഇപ്പോൾ പേയ്മെൻറ്റ് എന്ന് നടത്തണം, ആർക്കും നഷ്ടം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണം എന്നുള്ള എല്ലാ കമ്പ്യൂട്ടേഷനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ആയിട്ടാണ് നമ്മൾ ADD കാണുന്നത്. So with that we complete this chapter. ഇപ്പോൾ ഈ അവസാനത്തെ പ്രോബ്ലത്തിൽ പല രീതിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ആ ഒരു 2 രീതി നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. വളരെ ഒത്തിരി ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആക്കണ്ട. But if you want to go and check, you very well welcome to do that. But anyway, the answer is going to be the same. A minute difference is only in decimal, which is because of rounding of differences. Yeah. So with that we complete this chapter.
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ ട്രൈ ഓൺ യുവർ ഓൺ. കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റൻ അവസാനമുണ്ട്, അതും നിങ്ങൾക്ക് ഹോംവർക്ക് പോലെ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആൻഡ് ഈസി ഫോർ യു ടു സ്കോർ. സോ പ്ലീസ് റിമെമ്പർ ദ 4 areas which we had discussed. One was വേറെ ഒരു പർച്ചേസ് സെയിൽ ട്രാൻസാക്ഷന് മാത്രം ഇപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് പേയ്മെന്റ് നടത്തുന്നതിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെ ആവറേജ് ഡ്യൂ ഡേറ്റ് യൂസ് ചെയ്യും. രണ്ടാമത്തേതോ ഒരു പാർട്ടി തന്നെ ഡെറ്ററും ആകുന്നു ക്രെഡിറ്ററും ആകുന്നു. മ്യൂച്വൽ പർച്ചേസ് ആൻഡ് സെയിൽ നടക്കുന്ന കേസിൽ എങ്ങനെയാണ് ADD യൂസ് വരുന്നത്. മൂന്നാമത് നമ്മൾ പഠിച്ചതോ ലോൺ കിട്ടുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മൾക്ക് ഒറ്റൊരു തവണയായിട്ട് കിട്ടുകയാണ്, പക്ഷെ തിരിച്ചടയ്ക്കുന്നത് പല തവണകളോ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ ആണ്. അവിടെ ടെക്സ്റ്റിൽ റീപേയ്മെന്റ് എല്ലാം ഈക്വൽ എമൗണ്ട് എന്നുള്ള ആ ഒരു പോർഷൻ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഐ എക്സ്പ്ലെയിൻ ടു യു ഹൗ യു ഷുഡ് ഡീൽ ഇഫ് അറ്റ് ഓൾ ഇൻസ്റ്റാൾമെന്റ്സിന്റെ എമൗണ്ട് ഡിഫറെന്റ് ആണ് പല സമയത്തും എങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലില്ല, സോ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് ഇഫ് യു നോ അബൌട്ട് ഇറ്റ്. Yeah, it is similar to what we have learned in point number A and B. Our same model in a workout. And finally, the last one, point number D, was how to use ADD to help us find the interest on drawings done by the business person from their business investment. So ഇത്രയുമാണ് ADD യൂസ്. അപ്പോൾ ഇതിൽ നിന്ന് ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന് ആ ഡ്യൂ ഡേറ്റിൽ നിന്നൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സസ്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്, സ്കോർ ചെയ്യാനും എളുപ്പമാണ്. So we will meet again quickly with another chapter that we can finish off soon. So till we meet again, stay safe and happy.